ചോദ്യം നമ്പർ 271 ശ്രീ സണ്ണി ജോസഫ്, ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി. സാർ, ഞാൻ ടേബിൾ ചെയ്യുന്നു. താങ്ക് യു. ശ്രീ സണ്ണി ജോസഫ്. സാർ, കാർഷിക മേഖല പൊതുവിൽ വലിയ പ്രതിസന്ധിയിലും പ്രയാസത്തിലും പ്രക്ഷുബ്ധാവസ്ഥയിലുമാണ്. അതിലെ വിലത്തകർച്ച, ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായിട്ടുള്ള വില കിട്ടുന്നില്ല, വിളത്തകർച്ച, പല കാരണങ്ങൾ, രോഗബാധ, പ്രകൃതിക്ഷോഭം, വന്യമൃഗശല്യം തുടങ്ങിയ വിളത്തകർച്ചയ്ക്കുള്ള കാരണങ്ങളുണ്ട്. അതുകൊണ്ട് കൃഷിക്കാർ കടബാധ്യതയിലാണ്. അതുപോലെ തന്നെ കൃഷി ലാഭകരമല്ല. അതിൻ്റെ കൂടെയാണ് കൂനിന്മേൽ കുരുവെന്ന പോലെ ഈ രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിതമായ, അന്യായമായ, അനിയന്ത്രിതമായ വില വർധനവ്. അതിനെ തടയാൻ ന്യായവിലയ്ക്ക് വളങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കുമോ? പല കൃഷിക്കാർ, നാളികേര കർഷകർ വളം ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് നാളികേരത്തിൻ്റെ ഉൽപ്പാദനം തന്നെ കുറഞ്ഞു വരുന്നുണ്ട്, ഗണ്യമായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് ഈ കർഷകരെ സഹായിക്കാനുള്ള വളം ന്യായമായിട്ടുള്ള വിലയ്ക്ക് ലഭ്യമാക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമോ? സർ, കൃഷി എന്ന് പറയുന്നതൊരു നഷ്ടപരിപാടിയാണ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കരുത്. കൃഷി അങ്ങനെ നഷ്ടപ്പെട്ട ഒരു നഷ്ട ഇനവുമല്ല. അങ്ങ് പറഞ്ഞതുപോലെ രാസവളത്തിൻ്റെ വിഷയമാണ് ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത്. രാസവളത്തിൻ്റെ വില നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര ഗവൺമെൻറ് ന്യൂട്രിയൻ ബേസ്ഡ് സബ്സിഡി പോളിസി പ്രകാരമാണ് വളത്തിൻ്റെ വിലയും സബ്സിഡിയുമെല്ലാം നിശ്ചയിക്കുന്നത്. യൂറിയ എന്ന് പറയുന്ന ഒരെണ്ണത്തിൻ്റെ വില ഒഴിച്ചാൽ ബാക്കി എല്ലാത്തിനെയും ഈ പട്ടികയ്ക്കകത്ത് ഉൾപ്പെടുത്തി വില വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. ഇത് കേന്ദ്ര ഗവൺമെൻറ്റാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ തുടക്കം വന്നത് നമ്മുടെ രാജ്യം സ്വീകരിച്ച ആഗോളവൽക്കരണ നയങ്ങളുടെ ഭാഗമായിട്ടാണ് എന്ന കാര്യവും നമ്മൾ വിസ്മരിക്കരുത്. അന്നേ വരെ ഉണ്ടായിരുന്ന രീതികളിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് 91-92 കേന്ദ്ര ബജറ്റിനകത്ത് നിലവിലുണ്ടായിരുന്നതിനേക്കാൾ 40% വർധനവിലേക്ക് അന്ന് എത്തിയത്. ആ ചുവട് പിടിച്ചാണ് ഇപ്പോൾ ഇങ്ങോട്ടെല്ലാം രാസവളത്തിൻ്റെ വില നിശ്ചയിക്കുകയും വിലയിൽ വർധന ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. അത് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ച നയത്തിൻ്റെ ഭാഗമായിട്ടാണ്. 91 മുതൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിസന്ധി എല്ലാം ഉടലെടുക്കുന്നത് എന്ന യാഥാർത്ഥ്യം ബോധ്യപ്പെടണം. നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, നിരവധി തവണ ആവശ്യപ്പെട്ടു. ഈ കാര്യങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അതിനനുസരിച്ച് രാസവളത്തിൻ്റെ വിലയിലെ മാറ്റം വരുത്തൽ മാത്രമല്ല, കഴിഞ്ഞ ബജറ്റുകൾ കൂടി നോക്കിയാൽ അറിയാൻ കഴിയുന്നത് ഓരോ കാലത്തും ഇതിനാവശ്യമായി ഏർപ്പെടുത്തുന്ന സബ്സിഡിയുടെ എമൗണ്ടുകളും കുറഞ്ഞു വരുന്നു എന്നുള്ളതും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ പ്രതിസന്ധി എല്ലാം സൃഷ്ടിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക. വീണ്ടും കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നതുമായിരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാറേ, കൃഷിക്കാർ സ്വന്തം നിലയ്ക്ക് ജൈവവളങ്ങളിൽ ആശ്രയിക്കുന്ന ഒരു വലിയ രീതി ഉണ്ടായിരുന്നു. ചവറ്, ചാണകം, അങ്ങനെയുള്ള എരിയില, ഇതൊന്ന് ഗണ്യമായിട്ട് കുറഞ്ഞു പോയിരിക്കുകയാണ്. അപ്പോൾ ജൈവവളങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ഗുണഫലങ്ങൾ നമുക്കറിയാം. അതുകൊണ്ട് ജൈവ വളങ്ങൾ ഉൽപ്പാദനത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഗവൺമെൻറ് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കും വ്യക്തമാക്കാൻ. തീർച്ചയായിട്ടും ഒരു നല്ല നിർദ്ദേശവും കാര്യവുമാണ് അദ്ദേഹം പറഞ്ഞത് തന്നെ. ഇവിടെ കാലങ്ങളായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു കാര്യം, നമ്മുടെ ഈ ചാണകവും പച്ചിലവളവും ചാരവും എല്ലാം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ പൊട്ടാഷിൻ്റെ കുറവെന്ന് പറയുമ്പോൾ ചാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു കാലത്ത് പരമ്പരാഗതമായി കൃഷി ചെയ്തിരുന്ന കർഷകർ ആ പോരായ്മകളെല്ലാം നികത്തിയിരുന്നതല്ല. രാസവളത്തിൻ്റെ ഒരു വരവോടുകൂടി നമുക്ക് ഹരിത വിപ്ലവത്തെ തുടർന്ന് കൂടുതൽ ഉൽപ്പാദനം എന്നതിലേക്ക് എത്തുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് രാസവളത്തിൻ്റെ വലിയ ഉപയോഗത്തിലേക്ക് നമ്മളെത്തി. രാസവളം ഇല്ലാണ്ട് കൃഷി ചെയ്യാൻ പറ്റുകയില്ല എന്നൊരു ചിന്തയിലേക്ക് നാട് എത്തുന്ന തരത്തിലേക്ക് എത്തി. ഇതെല്ലാം വന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 91 ആയപ്പോഴേക്ക് ഈ പ്രതിസന്ധി എല്ലാം വരുമ്പോൾ ഇത് രാസവളത്തിൻ്റെ വിലയിലും വലിയ വർധനയിലേക്ക് എത്തി. രാസവളത്തിൻ്റെ ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നതിനെ നമുക്ക് ഒരു പരിധിവരെയെങ്കിലും ഒന്ന് പിടിച്ചു നിർത്താൻ അങ്ങ് പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ പറ്റും. അതിന് ജൈവ ജീവാണു വളങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കർഷകർക്കും കൃഷിക്കൂട്ടങ്ങൾക്കും പരിശീലനം നൽകുന്ന പരിപാടി സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. കൃഷിക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിൽ ഇത്തരം വളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനം ആരംഭിച്ചിട്ടുണ്ട്. ഓരോ പ്രദേശത്തിനും ആവശ്യമായ എല്ലാം ചിലപ്പോൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുകയില്ലായിരിക്കാം, പക്ഷേ എന്നാൽ സാധ്യമായിടത്തോളം ഇത്തരം വളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതിനുള്ള പ്രോത്സാഹനവും പിന്തുണയും സംസ്ഥാന സർക്കാർ നൽകുന്നതും ആയിരിക്കും. കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള ലാബുകളിൽ അതിൻ്റെ ഗുണമേന്മയും പരിശോധിക്കാൻ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മെച്ചപ്പെട്ട ഇത്തരം വളങ്ങൾ, ജൈവ ജീവാണു വളങ്ങൾ കർഷകർക്ക് എത്തിക്കുന്നതിനുള്ള ഇടപെടലുകളും സർക്കാർ നടത്തുന്നുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സാർ, അങ്ങ് പറഞ്ഞ ന്യായീകരണത്തെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നു എന്ന് പറയുന്നില്ല. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിൽ നിന്ന് കരകയറുന്നതിന് വേണ്ടി ഒരു മാർഗ്ഗം നമുക്കുണ്ടാകണ്ടേ? ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം സാർ, ഫാക്ടം ഫോഴ്സിൻ്റെ വില 1050 ആയിരുന്നു, ഇപ്പോൾ 1350 മാറിയിരിക്കുകയാണ്. സാർ, യൂറിയ അങ്ങ് പറഞ്ഞു യൂറിയയുടെ മേൽ നിയന്ത്രണം ഇല്ലയെന്ന് പറഞ്ഞു. യൂറിയയുടെ വിലയും കൂടിയിട്ടുണ്ട്. ഇപ്പം 390 രൂപയാകും ഒരു ചാക്ക് യൂറിയ കിട്ടണമെന്ന് ഒരിക്കൽ.
സർ, കീടനാശിനികളുടെ വില അസാധാരണമായ രൂപത്തിൽ വർദ്ധിക്കുകയാണ്. സർ, ഈ വർധനമെല്ലാം വന്നിട്ടും നമുക്ക് കേന്ദ്രത്തെ കുറ്റപ്പെടുത്തി നമ്മുടെ കേരളത്തിലെ കർഷകരെ ദ്രോഹിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ കർഷക രക്ഷാ മാർഗം എന്നുള്ള നിലയിൽ എന്തെങ്കിലും ഒരു പുതിയ പദ്ധതിയെക്കുറിച്ച് നമുക്ക് ആലോചിക്കട്ടെ. അവിടെയാണ് യഥാർത്ഥ കർഷകർക്ക് സബ്സിഡി ഇനത്തിൽ ഇത് കൊടുക്കുന്നതിന് വേണ്ടി പ്രത്യേക ന്യായവില കടകൾ ആരംഭിക്കുന്നതിനുള്ള നടപടി എടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സർ, ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ചോദ്യത്തെക്കുറിച്ച് നേരത്തെ ഇവിടെ പറഞ്ഞത് ഒരു യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത് എന്നുള്ളതുകൊണ്ടാണ്. വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ സബ്സിഡി വെട്ടിക്കുറയ്ക്കുക എന്നുള്ളതെല്ലാം ഞങ്ങൾ കേന്ദ്രം ചെയ്യും, സംസ്ഥാനം വേണമെങ്കിൽ ബാക്കി കൊടുത്തോളൂ എന്നൊരു രീതി നമുക്ക് അവലംബിക്കാൻ പറ്റുമോ? സർ, 1991-92 കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ ബജറ്റിനകത്താണ് 40% വില വർധനവ് പ്രഖ്യാപിക്കുന്നത്. പാർലമെൻറ്റിൻ്റെ അന്നത്തെ കാലത്തെ നടപടിക്രമങ്ങൾ 91 ഈ ആഗോളവൽക്കരണത്തിൻ്റെ കാലം വരുന്നു, വലിയ ചർച്ചകൾ രാജ്യത്ത് നടക്കുന്നു. അന്നത്തെ പാർലമെൻറ്റിലെ ഡിബേറ്റുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആ ബജറ്റ് ചർച്ചയ്ക്കകത്ത് വന്നത് ഈ 40% വർധനവിനെ കുറിച്ചായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർലമെൻറ്റ് അത് പാസ്സാക്കിയപ്പോൾ 40% വർധനമെന്നുള്ളത് മാറി 30% വർധനമെന്നാക്കി. അവിടെ കൊണ്ടും തീർന്നില്ല, അത് അപ്രായോഗികമാണെന്നുള്ള പ്രശ്നമെല്ലാം വന്നു. അങ്ങനെ വരുന്ന അവസരത്തിൽ ഈ 30% വർധനവ് വരുമ്പോൾ ചെറുകിട നാമമാത്ര കർഷകരെ ഒഴിവാക്കുകയും 30% വർധനവ് ഇത് പ്രായോഗികമായി നടപ്പിലാക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വരികയും അതേ വർഷം തന്നെ 91 തന്നെ ഒരു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി വെക്കുകയും ചെയ്തു. ഇത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ പ്രശ്നമായിരുന്നു. ആ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി കോൺഗ്രസ് നേതാവ് മഹാരാഷ്ട്രയിലെ ഏറ്റവും പ്രമുഖനായ പ്രതാപ് റാവു ഭോസ്ലെയാണ് ആ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ ചെയർമാനായത്. പാർലമെൻ്ററി കമ്മിറ്റി 92 തന്നെ ഈ JPC 92 തന്നെ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിനകത്താണ് ഈ ഫോസ്ഫറസും പൊട്ടാസ്യവും അടങ്ങിയ വളങ്ങൾക്കെല്ലാം ഒരു വില നിയന്ത്രണവും ഉണ്ടാകാൻ പാടില്ല, എടുത്തു മാറ്റണം എന്ന്. കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയി. ആ ബജറ്റിൽ പറഞ്ഞതിനേക്കാൾ കടുകട്ടിയായ നിർദ്ദേശങ്ങളുമായിട്ടാണ് അന്ന് സംയുക്ത പാർലമെൻ്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുന്നതെല്ലാം. സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കാനാണ് അവരെന്ന് ശുപാർശ ചെയ്തത്. അതേ വർഷം ആഗസ്റ്റ് മാസത്തിൽ തന്നെ റിപ്പോർട്ട് കൊടുക്കുന്നത് ആഗസ്റ്റിലാണ്. ആഗസ്റ്റ് മാസത്തിൽ തന്നെ ഈ JPC റിപ്പോർട്ട് ഗവൺമെൻറ് അംഗീകരിച്ചു. അങ്ങനെയാണ് ടണ്ണിന് 1000 രൂപ വില നിശ്ചയിക്കാനുള്ള അവകാശം കമ്പനികൾക്ക് കൊടുത്തു. ടണ്ണിന് 1000 രൂപ സബ്സിഡി എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇത് ഇപ്പോൾ നമ്മൾ പറയും, നോക്കൂ, നമുക്ക് എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസമാണ്. നമ്മളെല്ലാവരും പറയുന്നത് അപ്രായോഗികമാണ്. യൂറിയയുടെ വിലയുടെ കാര്യം അങ്ങ് പറയുന്നു, കീടനാശിനിയുടെ കാര്യം അങ്ങ് പറയുന്നു, ഫാക്ടംബോസിൻ്റെ വിലയുടെ കാര്യം അങ്ങ് പറയുന്നു. എല്ലാം ചെയ്യുന്നത് 91 ആ നയത്തിൻ്റെ അന്നത്തെ ഈ പരിപാടിയുടെ ഭാഗമായിട്ടാണ്. കോൺഗ്രസ് രംഗങ്ങളിൽ തന്നെയും കടുത്ത എതിർപ്പുകൾ നേരിട്ടതായിട്ട് അന്ന് പത്രവാർത്തകളെല്ലാം ഉണ്ടായിരുന്നതാണ്. അതുവരെയും രാസവളങ്ങൾ നമ്മൾ മിക്കവാറും ഈ ഉക്രൈൻ യുദ്ധമൊക്കെ ഉണ്ടാകുന്ന അവസരത്തിൽ നമ്മൾ കാണുന്നത് ഈ പൊട്ടാഷ്യത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നതാണ്. മൊത്തം ഇറക്കുമതി 100% ഇറക്കുമതിയാണ്. ഇറക്കുമതി ചെയ്യുന്നതിനുള്ള അന്നേ വരെ ഈ ഇറക്കുമതി ചെയ്യുന്നത് ഗവൺമെൻറ് നിയന്ത്രണത്തിലാണ്. ഗവൺമെൻറ് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ നയത്തോടു കൂടി അത് മാറ്റി കമ്പനികൾക്ക് ഇറക്കുമതി ചെയ്യാവുന്നതായി. വില അവർ നിശ്ചയിക്കും. ഇറക്കുമതിയുടെ പൈസയും ട്രാൻസ്പോർട്ടിംഗ് ചാർജ് മറ്റു കാര്യമെല്ലാം കൂടെ ചേർത്ത് വില നിശ്ചയിക്കുമ്പോൾ 1000 രൂപ സബ്സിഡി തൊഴിലിടത്തിൽ കേന്ദ്രത്തിൻ്റെ ചെയ്തു. 92 മുതൽ ഓപ്പൺ ജനറൽ ലൈസൻസ് വഴി ആർക്കും, നമ്മൾ പറഞ്ഞ OGL വഴി ആർക്കും ഇറക്കുമതി ചെയ്യാം എന്നുള്ളിടത്തേക്ക് എത്തുകയും ചെയ്തു. ഇപ്പോൾ വിലയെല്ലാം കമ്പനികൾ നിശ്ചയിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെത്തി. യൂറിയയെ വിലയുടെ നിയന്ത്രണത്തിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ ശക്തമായ ചില സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളുടെ ഭാഗമായി യൂറിയയെ വില നിയന്ത്രണത്തിൽ ഈ നയമാണ് തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ആ 2010 വരെ അത് തുടർന്നു വന്നിട്ട് 2010 ശേഷം എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഇതിനകത്ത് എത്രയാണോ പോഷകമുള്ളത്, ന്യൂട്രിയൻസ് ഉള്ളത്, ന്യൂട്രിയൻറ്റ് ബേസ്ഡ് ആയിട്ട് ഈ കാര്യത്തെ സബ്സിഡിയെ മാറ്റി. എന്നാൽ എത്രമാത്രം NPK നമ്മളെപ്പോഴും പറയുന്ന ഒന്നാണ്. അങ്ങ് ഓരോ വളങ്ങളുടെയും പേര് പറഞ്ഞതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. NPKയുടെ അളവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിതിനകത്ത് സബ്സിഡി ഏർപ്പെടുത്തണം എന്നൊരു പുതിയ പരിപാടി കൊണ്ടുവന്നു. അതാണ് ഇപ്പോൾ നിൽക്കുന്ന ഈ ന്യൂട്രിയൻറ്റ് ബേസ്ഡ് സബ്സിഡി എന്ന് പറഞ്ഞ് നിൽക്കുന്നില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വരുമ്പോൾ ഓരോ സീസണിലും നമ്മുടെ രാസവള മന്ത്രാലയത്തിൻ്റെ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ, അദ്ദേഹം ചെയർമാനായി കൺവീനറായി കമ്മിറ്റി കൂടിക്കൊണ്ട് അവർ നിശ്ചയിക്കുന്ന അനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ വില വരുന്നില്ല. ഈ വില നിശ്ചയിക്കുമ്പോൾ കമ്പനികൾക്ക് ഇറക്കാനുള്ള അനുവാദം, ഇറക്കുമതിക്കുള്ള അനുമതി, അവരുടെ പേരിൽ മറ്റ് നിയന്ത്രണങ്ങളില്ല. ഒരു ചെറിയ സബ്സിഡി മാത്രം സർക്കാർ കൊടുക്കുന്നു. ഇത് ഇന്ത്യയിലെ കർഷകർക്ക് വലിയ ദ്രോഹകരമായി മാറുകയാണ്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ബജറ്റ് നോക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാലാകാലങ്ങളിലായി സബ്സിഡിക്ക് വേണ്ടി നിശ്ചയിക്കുന്ന തുകയും കുറവ് വരുത്തുകയാണ്. കഴിഞ്ഞ നിർമ്മലാ സീതാരാമൻ്റെ കേന്ദ്ര ബജറ്റ് നിങ്ങൾ നോക്കുമ്പോൾ വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നത് അതുതന്നെയാണ്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതിനേക്കാൾ സബ്സിഡി എമൗണ്ട് വീണ്ടും കുറവാണ്. ഈ ദുരന്തമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോലെ എല്ലാത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരിടത്ത്, സാമ്പത്തികമായി ബുദ്ധിമുട്ട് നിൽക്കുന്നിടത്ത്
നമ്മൾ ഇതിനെല്ലാം സഹിക്കണം എന്ന ഒരു നിലപാട് നമുക്ക് എല്ലാവർക്കും കൂടി ആവശ്യപ്പെടേണ്ടത് കേന്ദ്രത്തിൻ്റെ ഈ നിലപാടുകൾ മാറ്റണം, തിരുത്തണം എന്ന് തന്നെയാണ്. അങ്ങനെ നമ്മുടെ നാട്ടിലെ കർഷകരെ സഹായിക്കണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടേണ്ടതെന്നാണ് ഗവൺമെൻറ് പറയാനുള്ളത്. ശ്രീ സജീവ് ജോസഫ്. സർ, വളത്തിൻ്റെയും കീടനാശിനിയുടെയും വിലവർദ്ധനവ് ചെറുകിട കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് സാർ ഉള്ളത്. സാർ, ഈ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടും ഉണ്ട്. നമുക്കതിൻ്റെ പ്രത്യേകമായ പദ്ധതി തന്നെ ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്. സാർ, ഭക്ഷ്യവിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരെ പൂർണ്ണമായും ജൈവ കൃഷിയിലേക്ക് കൊണ്ടുവരുന്നതിന് എല്ലുപൊടി, കുമ്മായം, വേപ്പിൻ പിണ്ണാക്ക് തുടങ്ങിയ വളങ്ങളും സസ്യസംരക്ഷണത്തിന് വേണ്ടിയിട്ട് കോപ്പർ സൾഫേറ്റ് ഉൾപ്പെടെയുള്ള കുമിൾനാശിനിയും പകുതി വിലയ്ക്ക് ചുരുങ്ങിയത് 5 ഏക്കർ വരെയുള്ള കർഷകർക്കെങ്കിലും ലഭ്യമാക്കാനുള്ള ഒരു പ്രത്യേക സ്കീം സർക്കാർ ആവിഷ്കരിക്കുന്നത് ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വളരെ ഉപകരിക്കും. അങ്ങനെ ഒരു പദ്ധതി, ഒരു പ്രത്യേക സ്കീം ആവിഷ്കരിക്കുമ്പോൾ മുൻപ് 2012 അതുപോലെ കർഷകർക്ക് സബ്സിഡിയും ധനസഹായവും കൊടുത്തൊരു പദ്ധതി ഉണ്ടായിരുന്നു. ആ മാതൃകയിൽ ഒരു പദ്ധതി പ്രത്യേകമായിട്ട് ആവിഷ്കരിക്കും. യെസ് മിനിസ്റ്റർ. സർ, ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സാധ്യമാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. വിഷരഹിതമായ ഭക്ഷണം ഉറപ്പാക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു കാര്യത്തിലേക്ക് ഗവൺമെൻറ് നീങ്ങിയത്. ഇവിടെ കേരളം ഒരു ജൈവ കാർഷിക നയം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ആ ജൈവ കാർഷിക നയത്തെ തുടർന്ന് നമുക്കിത് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയും ഒരു സംവിധാനവും ഉണ്ടാവണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സർക്കാർ അധികാരത്തിന് ശേഷം ജൈവ കാർഷിക മിഷന് രൂപം കൊടുത്തു. അതിലൊന്ന് ഇത്തരത്തിലുള്ള ജൈവ ജീവാണു വളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പ്രാദേശികമായ സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആദ്യം തന്നെ ശ്രീ സണ്ണി ജോസഫിൻ്റെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു, നമുക്ക് ഇന്ന് കേരളത്തിൽ 23,000-ലധികം കൃഷിക്കൂട്ടങ്ങളുണ്ട്. ആ കൃഷിക്കൂട്ടങ്ങളിൽ കുറേയേറെ കൃഷിക്കൂട്ടങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഇൻപുട്ടുകൾ തയ്യാറാക്കി നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. കൂടുതലായി അവർക്ക് പരിശീലനവും മറ്റും നൽകി പ്രാദേശികമായി തന്നെ ഇത്തരം വളങ്ങളും മറ്റും ഓർഗാനിക് മാനുവേഴ്സ് നമുക്ക് നൽകുന്നതിന്, ജൈവവളങ്ങൾ നിർമ്മിച്ച് നൽകുന്നതിനുള്ള സംവിധാനം എടുക്കും. അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗവൺമെൻറ്റിന് ഇതിനുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ പ്രത്യേകമായി പരിശോധിക്കുന്നതായിരിക്കും. സാധ്യമാകുന്ന എല്ലാ സഹായങ്ങളും അക്കാര്യത്തിൽ ഉറപ്പുവരുത്തുകയും ചെയ്യും. ശ്രീ സനീഷ് കുമാർ ജോസഫ്. സർ, കാലാവസ്ഥയിലുണ്ടായ വലിയ വ്യതിയാനവും കൂലിച്ചെലവും കാർഷിക മേഖലയിലെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. സമഗ്ര പച്ചക്കറി ഉൽപ്പാദന യജ്ഞം, എല്ലാവരും കൃഷിയിലേക്ക്, സുഭിക്ഷം സുരക്ഷിതം, ജീവനി സഞ്ജീവനി, സുഭിക്ഷ കേരളം, ജീവനി, അങ്ങനെ നിരവധി പദ്ധതികളാണ് കൃഷി വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്. എന്നിട്ട് നെല്ലുൽപാദനത്തിലും ഉൽപ്പാദിപ്പിക്കുന്ന ഭൂമിയുടെ വിസ്തൃതിയിലും കുറവാണ് സർ. 41,053 ഹെക്ടർ ഉണ്ടായിരുന്ന പച്ചക്കറി കൃഷി 2024 എത്തുമ്പോൾ 38,974 ഹെക്ടറിലേക്ക് ചുരുങ്ങി. പഴവർഗ്ഗങ്ങൾ 3,71,000 ഹെക്ടർ എന്നത് 3,54,000 കുറഞ്ഞു. ഇതുകൂടാതെ തോട്ടവിളകളും കുറയുന്നുണ്ട്. ദീർഘവീക്ഷണമോ കൃത്യമായ ആസൂത്രണമോ പ്രവർത്തന പരിപാടികളോ ഇല്ലാത്തതല്ലേ ഈ പദ്ധതികൾ ഫലപ്രാപ്തിയിലെത്താത്തതിന് കാരണം? ഇത് പരിശോധിച്ചിട്ടുണ്ടോ? കടക്കണിയിലായ കർഷകരുടെ കാർഷിക കടം എഴുതിത്തള്ളാൻ നടപടി സ്വീകരിക്കുമോ? സർ, ഇതുമായി ബന്ധപ്പെട്ട വിഷയമല്ല ചോദ്യം. നമ്മൾ ഇന്ന് ഇതിനകത്ത് വളവും രാസവസ്തുക്കളും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കാൻ നടപടി എന്നുള്ള ചോദ്യമാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പറയാം. നമുക്ക് പച്ചക്കറിയുടെ ഉൽപ്പാദനത്തിൽ നമുക്ക് വർധനവാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കണക്കെവിടുന്നാണ് അത് ലഭ്യമായതെന്ന് എനിക്കറിയില്ല. പച്ചക്കറികളുടെ ഉൽപ്പാദനത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന് നല്ല ഒരു വളർച്ച വന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇത്. നെല്ലിൻ്റെ കാര്യത്തിൽ വിവിധങ്ങളായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ ഒന്ന് നമ്മൾ ചില ഏരിയകൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാവും. നെല്ലിൻ്റെ ഉൽപ്പാദനത്തിൽ കുറവ് വന്നു അല്ലെങ്കിൽ ഏരിയ കുറവ് വന്നു എന്ന് പറയുന്നതിനകത്ത് മുൻകാലങ്ങളിൽ ചില ക്രമക്കേടുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നതിലുള്ള ഒരു തിരുത്തൽ കൂടി സംഭവിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. നമുക്ക് കേരളത്തിന് പുറത്തുനിന്ന് നെല്ല് കൊണ്ടുവന്ന് ഇവിടുത്തെ നെല്ലാണ് എന്ന് സ്ഥാപിക്കുന്ന ഒരു രീതി കാലങ്ങളായി തുടർന്നുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. അത് അവസാനിപ്പിക്കുന്നതിനുള്ള ശക്തമായ നടപടികൾ പോലീസ് സംവിധാനത്തെ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്വീകരിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി ചിലയിടങ്ങളിലൊക്കെ ഇതിൻ്റെ കുറവ് വരുന്നൊരു സാഹചര്യവും സംജാതമായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഒരു സംഭരണത്തെ, നെല്ലിൻ്റെ സംഭരണത്തെ അട്ടിമറിക്കാൻ ഉപകരിക്കുന്ന തരത്തിലാണ് ഇത്തരമൊരു രീതികളെല്ലാം തുടർന്നു വന്നിരുന്നത്. അപ്പോൾ കർശനമായ അത്തരം നിലപാടുകൾ സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് കൂടി നമുക്ക് ചില ഏരിയകളിൽ ആ കുറവ് വന്നതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ തന്നെ പ്രമുഖരായ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഇക്കാര്യങ്ങൾ ഇത്തരം കേരളത്തിന് പുറത്തുനിന്ന് നെല്ല് കൊണ്ടിടുന്നതിനെക്കുറിച്ച് എന്നോട് നേരിട്ടും സൂചിപ്പിച്ചിരുന്നതാണ്. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് നമ്മളൊരു കർശനമായ നിലപാടുകളിലേക്കെല്ലാം എത്തിയത്. ചിലരെല്ലാം ഈ ഒരു കുറവ് വന്നപ്പോഴേക്കും അതിനെ ആഘോഷമാക്കി കാണിക്കുന്നവരുണ്ട്. നമുക്കൊരു കാര്യം പറയാൻ പറ്റും. കാലാവസ്ഥയുടെ വ്യതിയാനവും ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും
എല്ലാം വരുന്നത്, ചില പ്രകൃതി ദുരന്തങ്ങളെല്ലാം വരുന്നത്, അതിൻ്റെയൊക്കെ ഭാഗമായി ചില അവസരങ്ങളിൽ ചിലയിടങ്ങളിൽ കൃഷി നടക്കാതിരിക്കാം. പക്ഷേ എന്നാൽ വ്യാപകമായി അങ്ങനെ കൃഷിയിൽ നല്ലൊരു മാറുന്നു എന്നുള്ളൊരു ശരിയായ ധാരണയും അല്ലെങ്കിൽ ഒരു ശരിയായ വസ്തുതയും അല്ല. പ്രതിസന്ധികൾ ഉണ്ടാകുന്ന ഇടങ്ങളിൽ കൃത്യമായ എന്നവണ്ണം ഇടപെട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നുള്ള ഇടപെടലുകൾ സർക്കാർ നടത്തുന്നുണ്ട്. തരിശായി കിടക്കുന്ന ഇടങ്ങളിൽ കൂടുതലായി കൃഷിയോഗ്യമാക്കുന്നുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അങ്ങവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ നടപ്പിലാക്കുന്ന പദ്ധതി അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ പദ്ധതിയല്ല. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തന്നെയും ഈ കാര്യത്തിൽ വലിയ താല്പര്യമെടുത്ത് ഈ പദ്ധതികളും പരിപാടികളും നടപ്പിലാക്കുന്ന ആളാണ്. നമ്മളുടെ എല്ലാവരുടെയും ഭക്ഷണത്തിൻ്റെ ഒരു ആവശ്യകതയെയും സുരക്ഷിതമായ ഭക്ഷണത്തെ ഉറപ്പാക്കുക എന്നുള്ളതും വിഷരഹിതമായ ഭക്ഷണം ഉറപ്പാക്കുക എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഈ പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചത്. അതെല്ലാം അതേപോലെ തന്നെ ഒരു ഗവൺമെൻറ് പരിപാടി എന്നതിനപ്പുറത്തെ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഒരു ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസം ഇല്ല എന്ന് തന്നെ ഒരു നാടിന് വേണ്ടതാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ആ പരിപാടി നടപ്പിലാക്കുന്ന ഒരു MLA ആണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഞാനും ആ പരിപാടിയിൽ പങ്കെടുത്തതാണ്. അതുകൊണ്ട് ഇത്തരം ഈ കണക്കുകൾക്കകത്ത് ഈ പൊരുത്തക്കേടുകളുണ്ട്, ചില യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെയും ഉണ്ട് എന്ന കാര്യം കൂടി മനസ്സിലാക്കണം. പ്രേംകുമാർ സർ, തരിശു കിടന്ന ഏതാണ്ട് 2 ഏക്കറോളം സ്ഥലത്ത് പൂക്കോട്ടുകാവ് താനിക്കുന്നിലെ 4 ചെറുപ്പക്കാർ ജോൺസും സുനിലും മിഥുൻ രാജും അഭിജിത്തും ഈ റംസാൻ നോമ്പ് ആരംഭിക്കുന്ന ദിവസം തണ്ണിമത്തൻ കൃഷി ചെയ്ത് അതിൻ്റെ വിളവെടുപ്പ് നടത്തുന്ന ഉത്സവം സംഘടിപ്പിക്കുകയുണ്ടായി. ജനപ്രതിനിധികളും നാട്ടുകാരും എല്ലാം ചേർന്ന് മറ്റു ജോലിയിൽ ഏർപ്പെട്ട ആ ചെറുപ്പക്കാരുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഈ പുതിയ പഴത്തിൻ്റെ തണ്ണിമത്തൻ്റെ വിളവെടുപ്പ് ഉത്സവമായിട്ടാണ് സംഘടിപ്പിച്ചത്. പക്ഷേ അവരെല്ലാം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം അവർക്ക് ജൈവവളം ലഭ്യമാക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടിയുമായി ബന്ധപ്പെട്ടാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി കൂടി സഹകരിച്ച് കുടുംബശ്രീയെയും ഹരിതകർമ്മസേനയെയും ഒക്കെ ഉപയോഗപ്പെടുത്തി നമുക്ക് ജൈവവളം ആ നിലയിൽ പ്രാദേശികമായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഭരിക്കാനും ഉണ്ടാക്കുന്നതിനും ആവശ്യമായിട്ടുള്ള നടപടിക്ക് അങ്ങ് നേതൃത്വം നൽകുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ബഹുമാനായ MLA പറഞ്ഞ ആ 4 ചെറുപ്പക്കാരെയും ഞാനും ഹൃദയം നിറഞ്ഞ് അഭിവാദ്യം ചെയ്യുന്നു. നല്ല അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണ്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഈ പഴവർഗ്ഗങ്ങളുടെ കൃഷിയിൽ നമുക്കൊരു നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ സീസണിൽ ഉണ്ടാകുന്ന ഈ തണ്ണിമത്തൻ്റെ കൃഷിയാണ്. കേരളത്തിൽ ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയം പലർക്കും ഉണ്ടായിരുന്നു. കേരളത്തിന് പുറത്തുള്ള ഇടങ്ങളിലാണ് ഇതെല്ലാം ഉണ്ടാവുന്നത്. നമ്മുടെ മണ്ണ്, നമ്മുടെ കാലാവസ്ഥ അനുയോജ്യമാണോ എന്ന സംശയം ഇന്ന് മാറിയിട്ടുണ്ട്. എൻ്റെ നാട്ടിലടക്കം 100 കണക്കിന് ആൾക്കാരാണ് ഇപ്പോൾ തണ്ണിമത്തൻ്റെ കൃഷിയിലേക്ക് ഏർപ്പെടുന്നത്. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന തണ്ണിമത്തന് മറ്റിടങ്ങളിലുള്ളതിനേക്കാൾ ഗുണമേന്മ കൂടുതലുണ്ട്. വിവിധങ്ങളായ വെറൈറ്റികൾ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. നമ്മൾ തന്നെ ചില വിത്തുകൾ പ്രത്യേകമായി ഉൽപ്പാദിപ്പിച്ചത് ഹൈബ്രിഡ് വിത്തിനങ്ങൾ ലഭ്യമാക്കുന്ന തരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇതിനാവശ്യമായ വളങ്ങളുടെ ഒരു പ്രശ്നമുണ്ട്. ഈ പറഞ്ഞ കാര്യം കേരളത്തിൽ കൃഷി വകുപ്പ് നടപ്പിലാക്കി തുടങ്ങി. നമ്മുടെ കുടുംബശ്രീകൾ, മറ്റു സംവിധാനങ്ങൾ എന്നിവയെല്ലാം ചേർത്തുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൂടി പങ്കാളിത്തത്തോടുകൂടി പ്രാദേശികമായി ഈ ജൈവവളങ്ങളെല്ലാം ഉൽപ്പാദിപ്പിച്ച് കർഷകരിലേക്ക് എത്തിക്കുന്ന നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. സാധ്യമാവുന്ന എല്ലായിടങ്ങളിലും ചെയ്യാനാണ്. അതിനാണ് കൃഷിക്കൂട്ടങ്ങളെ ഉൾപ്പെടെ സജ്ജമാക്കിയിരിക്കുന്നത്. സാധ്യമാവുന്ന എല്ലായിടങ്ങളിലും എവിടെയാണോ അതിൻ്റെ കുറവുള്ളത് ചൂണ്ടിക്കാണിച്ചാൽ അവിടങ്ങളിൽ നമുക്ക് വീണ്ടും ഇടപെടാം. കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായും ബന്ധപ്പെട്ട് ഇത്തരം സംവിധാനം ഒരുക്കുന്നതിനുള്ള നടപടികളിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഘട്ടം ഘട്ടമായി അത് പൂർത്തിയാക്കുന്നതിനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ശ്രീ പി മമ്മിക്കുട്ടി. സർ, ഈ വളത്തിൻ്റെ ഗുണമേന്മ പരിശോധിക്കുന്നതിന് കുറ്റമറ്റ സംവിധാനം നിലവിലുണ്ടോ? ഗുണനിലവാരമില്ലാത്ത വളങ്ങളുടെ വിതരണം തടയാൻ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? സർ, വളത്തിൻ്റെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനും നമുക്ക് സംവിധാനങ്ങളുണ്ട്. കേരളത്തിൽ ഇപ്പോൾ തന്നെ 3 ലാബുകൾ, വളത്തിൻ്റെ പരിശോധന നടത്തുന്നതിനായിട്ടുള്ള 2 ലാബുകളും കീടനാശിനിയുടെ പരിശോധന നടത്തുന്നതിനുള്ള 1 ലാബുമുണ്ട്. പ്രതിവർഷം ഏതാണ്ട് 4000-ലധികം സാമ്പിളുകളാണ് രാസവളത്തിൻ്റെത് എടുക്കുന്നത്. അതിൻ്റെ പരിശോധന കൃത്യമായി നടത്തുന്നുണ്ട്. BSc അഗ്രികൾച്ചർ ബിരുദധാരികളായിട്ടുള്ള എല്ലാ കൃഷി ഓഫീസർമാരും അതിൻ്റെ ഈ സംവിധാനത്തിനകത്ത് അവരാണ് ഇതിൻ്റെ സാമ്പിൾ എടുത്ത് പരിശോധിക്കാൻ ചുമതലപ്പെട്ടിട്ടുള്ള ആൾക്കാരെല്ലാം. കീടനാശിനി ആണെങ്കിൽ 2000-ലധികം സാമ്പിളുകൾ ഇക്കാര്യത്തിലെടുത്ത് പരിശോധിക്കുന്നുണ്ട്. ഗുണമേന്മ ഇല്ല എന്ന് കാണുന്നതിനകത്തെല്ലാം കൃത്യമായ എന്നുള്ള നടപടികളിലേക്കും നീങ്ങുന്നുണ്ട്. ഫെർട്ടിലൈസർ ഇൻസ്പെക്ടർമാർ ഈ അത്തരത്തിൽ കണ്ടെത്തുന്ന മോശപ്പെട്ടതാണെന്ന് കണ്ടെത്തുന്നതിൻ്റെ സാമ്പിളിൻ്റെ പരിശോധനയിൽ കണ്ടെത്തുന്നതിൻ്റെ വിൽപ്പന തടയുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഗുണമേന്മയില്ലാത്ത വളം ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുകയും തുടർന്നും അത്തരം പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്യുകയോ റദ്ദാക്കുകയോ ചെയ്യുന്നുണ്ട്. അങ്ങനെയെല്ലാം കർഷകർക്ക് നൽകുന്ന വളത്തിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. ചോദ്യം നമ്പർ 272 ശ്രീ PS സുപാൽ, ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി. സാർ, ഞാൻ ടേബിൾ ചെയ്യുന്നു. ശ്രീ PS സുപാൽ,
ആൻസർ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ കുറച്ചൊക്കെ അവസരം കിട്ടുമായിരുന്നു. സർ, ആസിയാൻ കരാർ നമ്മുടെ രാജ്യത്തെ കാർഷിക മേഖലയെ വളരെ ഗുരുതരമായി ബാധിച്ച കരാറാണ്. സർ, ഇപ്പോൾ RCEP കരാറുമായി ബന്ധപ്പെട്ട് ആസിയാൻ രാജ്യങ്ങളും 10 രാജ്യങ്ങളും ചേർന്നുള്ള കരാറാണ്. അത് നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തെ കാർഷിക മേഖലയെ ഏതെല്ലാം തരത്തിൽ ബാധിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കാൻ കഴിയും. സാർ, അങ്ങേയറ്റം ഒരു ബുദ്ധിമുട്ടേറുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ചൂണ്ടിക്കാണിച്ചത്. ഞാൻ രാസവളത്തിൻ്റെ വിലയുമായി ബന്ധപ്പെട്ടിട്ട് 1991 വന്ന നിയന്ത്രണങ്ങളും നടപടികളെക്കുറിച്ചും പറഞ്ഞു. വളരെ ആവേശത്തോടു കൂടിയിട്ടാണ് അന്ന് ഇത്തരം കാര്യങ്ങളെ നമ്മുടെ ഭരണാധികാരികൾ വാരിപ്പുണർന്നത്. ഈ റീജിയണൽ കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഈ RCEP കരാറിലേക്ക് വരുമ്പോഴേക്കും 15 രാജ്യങ്ങൾ അതിൽ പങ്കാളിയായി വരുമ്പോൾ വിലക്കുറവുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി അതിലൂടെ വന്നാൽ നമ്മുടെ ഈ നാട്ടിലെ കർഷകർക്ക് അത് ഏറ്റവും ദോഷകരമായി ബാധിക്കുന്ന തരത്തിലേക്ക് എത്തും. ചെലവ് കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലെ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ വല്ലാത്ത പ്രയാസമായി തീരും. ഇതെല്ലാം തൊഴിൽ നഷ്ടം, മറ്റ് ചില രാജ്യങ്ങൾക്ക് അത് ഏറ്റവും കൂടുതൽ പ്രയോജനകരമാവുന്ന തരത്തിലേക്ക് എത്തും. നമ്മുടെ കാർഷിക മേഖലയ്ക്ക് RCEP കരാർ അങ്ങേയറ്റം ദോഷകരമാവും. കാർഷിക മാത്രമല്ല, ഇപ്പം പാലധികം ഉൾപ്പെടെയുള്ള പാൽ ഉൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വരികയാണെന്ന് ആണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ ക്ഷീര കർഷകരെ അടക്കമുള്ളവർക്ക് ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ്. ഇക്കാര്യങ്ങളിൽ തിരുത്തലുണ്ടാവണം എന്ന് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയെ നേരിട്ട് കണ്ട് റബ്ബറിൻ്റെ അടക്കമുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ആ കാര്യം ചൂണ്ടിക്കാണിച്ചതാണ്. കേന്ദ്ര ഗവൺമെൻറ് ഇക്കാര്യത്തിനകത്ത് അല്പം പോലും മാറ്റമുണ്ടാവാതെ ഈ നയങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് നികുതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടത്തിയ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മളെല്ലാം വായിച്ചു. അതുകൂടി ആകുമ്പോഴേക്കും എങ്ങനെയായി തീരുമെന്നുള്ളത് ആലോചിക്കാവുന്നതേ ഉള്ളൂ. വല്ലാത്ത ബുദ്ധിമുട്ടിലേക്ക് നമ്മുടെ നാടിൻ്റെ കാർഷിക മേഖല മാറുന്ന തരത്തിലേക്ക് എത്തും. ശക്തമായ ഇടപെടലുകൾ രാജ്യമൊന്നാകെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതും ഇടപെടൽ ഉണ്ടാവേണ്ടതും അനിവാര്യവുമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന പച്ചക്കറികളുടെ ഗുണനിലവാരം പരിശോധിക്കാൻ ആവശ്യമായിട്ടുള്ള എന്തെല്ലാം സംവിധാനങ്ങളാണ് നിലവിലുള്ളത്? സർ, നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിൽ എന്തെല്ലാം നടപടികളാണ് സംസ്ഥാന ഗവൺമെൻറ് കൃഷി വകുപ്പ് സ്വീകരിക്കുന്നത് എന്ന് വ്യക്തമാക്കാം. സർ, നമുക്ക് ആവശ്യമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമത്തിലേക്കാണ് നീങ്ങുന്നത്. നമ്മളെല്ലാവരും കൂടി ചേർന്ന് ആ ഒരു കാര്യം വിജയിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. അടുത്ത മാസത്തോടു കൂടി ഒരു സമ്പൂർണ്ണമായ സമഗ്രമായൊരു പച്ചക്കറി ഉൽപ്പാദന യജ്ഞത്തിലേക്ക് കടക്കണമെന്നാണ് സർക്കാർ ആലോചിച്ചിരിക്കുന്നത്. അതൊരു സർക്കാർ പരിപാടിയായിട്ടല്ല, കേരളത്തിലെ ഓരോ വീടുകളെയും പങ്കാളിയാക്കുന്നൊരു പരിപാടിയായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും. കേരളത്തിന് ആവശ്യമായ അരി ഉൽപ്പാദിപ്പിക്കാൻ തിരുവിതാംകൂറും കൊച്ചിയും മലബാറുമായിരുന്ന കാലത്ത് പോലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ വയലുകളുടെ വിസ്തൃതി കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴും നമ്മുടെ മുമ്പിൽ ഒരു പ്രയാസവും പ്രതിസന്ധിയും എല്ലാമാണത്. എന്നാൽ നമുക്കാവശ്യമായ പച്ചക്കറികളും പഴവും ഇലവർഗ്ഗങ്ങളുമെല്ലാം ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നിരിക്കെ മറുനാടുകളെ അതിനുവേണ്ടി ആശ്രയിക്കുന്നൊരു രീതി ശരിയല്ല. അത് കേവലമായ അർത്ഥത്തിൽ സ്വയം പര്യാപ്തതയല്ല, വിഷരഹിതമായ ഭക്ഷണം ഉറപ്പാക്കുക എന്നതുകൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ പദ്ധതിയിലേക്ക് നീങ്ങുമ്പോൾ എല്ലാവരുടെയും പിന്തുണയും പിൻബലവും ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ലഭ്യമാകുന്ന പച്ചക്കറി ഇനങ്ങൾക്കകത്തുള്ള കീടനാശിനികളുടെ അവശിഷ്ടങ്ങൾ പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ട്. സമയങ്ങൾ കൃത്യമായ ഇടവേളകളിൽ അതെല്ലാം പരിശോധിച്ച് റിപ്പോർട്ടിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ആ ഇടപെടലുകൾ ഗവൺമെൻറ് നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ചെറിയ ചില സമയങ്ങളിലൊക്കെ ആണെങ്കിലും ഇതിൻ്റെ കുറവ് വരുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ഒരു നല്ല ഇടപെടൽ സമൂഹത്തിൻ്റെ കൂടി ഉണ്ടായാൽ നമുക്ക് ഇതിനെ വിജയിപ്പിച്ച് മുമ്പോട്ട് പോകാൻ കഴിയും. നല്ല പരിശോധന കൃത്യമായ നടത്തുന്നുണ്ട്. ശ്രീ E.T. ടൈസൺ മാസ്റ്റർ. സർ, കേരളത്തിൽ കാർഷിക രംഗം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളൊന്ന് ആവശ്യമായ കൃഷിഭൂമി ഇല്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ കൃഷി ചെയ്യാതെ തരിശായി കിടക്കുന്ന ഭൂമിയും അന്യാധീനപ്പെട്ട് കിടക്കുന്ന ഭൂമിയും കാണാൻ കഴിയും. വിവിധ കാരണങ്ങളാൽ ഗവൺമെൻറ് ഏറ്റെടുക്കുന്ന ബോട്ടിംഗ് ലാൻഡുകൾ പല പ്രദേശത്തുമുണ്ട്. അതുകൊണ്ട് കൃഷി വ്യാപനത്തിനായി ഇത്തരം ഭൂമി കണ്ടെത്തി കൃഷി ചെയ്യാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമോ എന്ന് വ്യക്തമാക്കാമോ? സർ, അതിനൊരു നീക്കം ഗവൺമെൻറ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് നവോത്ഥാൻ എന്ന് പറയുന്നൊരു പദ്ധതിക്ക് സർക്കാർ രൂപം കൊടുത്തത്. കേന്ദ്ര ഗവൺമെൻറ് അവരുടെ എക്കണോമിക് സർവേക്കകത്ത് ഏറ്റവും നല്ലൊരു പരിപാടിയായി അവർ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഈ നവോത്ഥാൻ എന്നുള്ളത്. സ്വകാര്യ വ്യക്തികളുടെ പക്കലുള്ളതും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കൈവശമുള്ളതും കൃഷിക്ക് ഉപയോഗിക്കാവുന്നതുമായ ഭൂമി കണ്ടെത്തി കർഷകനും ഭൂ ഉടമയുമായി 1872 ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് അനുസരിച്ചിട്ട് ഒരു ധാരണയിലെത്തി പരസ്പര കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ദീർഘകാല കൃഷിക്കായി കർഷകന് നൽകുന്ന രീതിയാണ് ഈ നവോത്ഥാൻ പദ്ധതിയുടെ ഭാഗമായി ചെയ്തിരിക്കുന്നത്.
ആയിരക്കണക്കിന് ഏക്കർ ഭൂമി ഇപ്പോൾ തന്നെ ഇതിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട്. 4700 ഏക്കർ ഭൂമി ഇതിനകത്ത് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷിക്കാർക്ക് അത് നൽകി അത് കൃഷി ചെയ്യുന്നതിനുള്ള സംവിധാനം ഒരുക്കും. അതോടൊപ്പം തന്നെ ഒരു 11 മാസക്കാലയളവിൽ വിളവെടുപ്പ് നടത്താവുന്ന ഹ്രസ്വകാല വിളകൾക്ക് വേണ്ടി പ്രാധാന്യം നൽകി കൃഷിക്കൂട്ടങ്ങൾക്കും കർഷകരുടെ ഗ്രൂപ്പുകൾക്കും കുടുംബശ്രീകൾക്കടക്കമുള്ള സംവിധാനങ്ങൾക്ക് വ്യക്തികൾക്കൊക്കെ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്രോപ്പ് കൾട്ടിവേറ്റേഴ്സ് കാർഡ് കൊണ്ടുവരണം എന്ന് ആലോചിക്കുന്നുണ്ട്. അത് ഈ നിയമസഭയിൽ അവതരിപ്പിച്ച് നിയമമാക്കി ആ നിയമത്തിൻ്റെ പിൻബലത്തോടുകൂടി അത് കൊണ്ടുവരണമെന്നാണ് സർക്കാർ ആലോചിക്കുന്നത്. അതിൻ്റെ ഒരു നടപടികളിലേക്ക് സർക്കാർ നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് തരിശായി കിടക്കുന്ന മുഴുവൻ ഭൂമിയും ഉപയോഗപ്രദമാക്കുന്ന തരത്തിലേക്കും കൃഷിക്കാർക്ക് സഹായകമാവുന്ന തരത്തിലേക്കും പുതിയ ആളുകൾക്ക് എത്തുന്ന തരത്തിലേക്കും ഒരു സംവിധാനത്തെ സർക്കാർ ഒരുക്കുന്നതായിരിക്കും. ശ്രീ വി ശശി. സർ, നെൽകൃഷിക്കായി 2024 2.87 ലക്ഷം ഹെക്ടർ ഭൂമി കേരളത്തിലുണ്ടായിരുന്നു. ഇത് 2024 1.79 ലക്ഷം ഹെക്ടറായി കുറഞ്ഞതായി സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ കാണുന്നു. സർ, നിലം കയ്യേറ്റം, കാർഷികേതര ആവശ്യങ്ങൾക്കായി നിലങ്ങൾ ഉപയോഗിക്കുന്ന പ്രവണത എന്നിവയാണ് നെൽവയൽ വിസ്തൃതി കുറയാനുണ്ടായ കാരണങ്ങൾ. ഭക്ഷ്യസുരക്ഷയെ ഗുരുതരമായി ബാധിക്കുന്ന ഈ സ്ഥിതിവിശേഷത്തെ നേരിടാൻ നിലവിൽ ലഭ്യമായ നിലങ്ങളെങ്കിലും നിലനിർത്താൻ നടപടി സ്വീകരിക്കുന്നു. സർ, വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് അതും. നേരത്തെ ശ്രീ സനീഷ് കുമാറോട് പറഞ്ഞതുപോലെ അതോടൊപ്പം ചേർത്ത് വരേണ്ട ഒരു കാര്യമാണ്. നെൽവയലുകളുടെ വിസ്തൃതി അല്പം പോലും കുറയാൻ പാടില്ലാത്തതാണ്. നമുക്കിന്ന് ലഭ്യമായിട്ടുള്ള മുഴുവൻ വയലുകളും ആ അർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ഒരു ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ മാത്രം കണക്ക് കൂട്ടിക്കൊണ്ടല്ല. 2008 ഈ സഭ അന്ന് ആ നിയമനിർമ്മാണത്തിൻ്റെ ഭാഗമായ നിരവധിയായ ബഹുമാന്യരായ അംഗങ്ങൾ ഇവിടെ ഇപ്പോഴുമുണ്ട്. നെൽവയലുകൾ നൽകുന്ന ഒരു പാരിസ്ഥിതിക പ്രാധാന്യം കൂടി കണക്കിലെടുത്താണ്. 1 ഏക്കർ വയൽ ഒരു വർഷം 5 കോടി ലിറ്റർ വെള്ളത്തെ സംഭരിച്ച് ഭൂമിക്കടിയിലേക്ക് സംഭാവന ചെയ്യുന്നുവെന്നാണ് ശാസ്ത്രീയമായി കണക്കാക്കിയിട്ടുള്ളത്. ഒരു കുപ്പി വെള്ളത്തിന് 20 രൂപ കൊടുക്കുന്ന മലയാളി 1 ഏക്കർ വയൽ ഈ വെള്ളം സംഭരിച്ച് നൽകുന്നതിലൂടെ എടുത്തുന്ന ഒരു കണക്കിനെക്കുറിച്ച് പലപ്പോഴും ഗൗരവമായി ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വല്ലാത്തൊരു പ്രയാസം. ഈ പ്രാധാന്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് 2008 കേരളത്തിൻ്റെ നിയമസഭ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പാസ്സാക്കിയത്. അവശേഷിക്കുന്ന നെൽവയലുകളെ എന്തു വില കൊടുത്തും നമുക്ക് സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. ധനകാര്യ പ്രതിസന്ധി ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഫോറസ്റ്റ് റിസർവ് പോലൊക്കെ പാടി റിസർവ് ഉണ്ടാവേണ്ടത് അനിവാര്യമായിരുന്നു. പക്ഷെ നമുക്ക് കർഷകൻ്റെ കീഴിലിരിക്കുന്ന ഇതിനെല്ലാം നാളെ റിസർവ് വയലുകൾ എന്ന് പ്രഖ്യാപിക്കാൻ പറ്റില്ല. വില കൊടുത്തായാലും സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. വെള്ളത്തിൻ്റെ ആംഗിളിൽ തന്നെ നോക്കുമ്പോൾ തന്നെയും നമുക്ക് ഇന്ന് ചിലപ്പോൾ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കുട്ടനാട്ടിലെ MLA ഇവിടെയുണ്ട്. കുട്ടനാട് പോലുള്ള പ്രദേശത്ത് ഒരു വാട്ടർ ടാങ്ക് ഉണ്ടാക്കണം. നെൽവയൽ ചിലപ്പോൾ ഒരു വ്യതിയാനം വരുത്തിയേ മതിയാവുകയുള്ളൂ. അങ്ങനെ അടിയന്തരമായ ചില കാര്യങ്ങളും ആവശ്യം വേണ്ടുന്ന കാര്യങ്ങൾക്കല്ലാതെ 1 ഇഞ്ച് വയൽ പോലും നികത്തുന്നതിന് സർക്കാർ അനുകൂലിക്കുന്നില്ല, ഒരു തരത്തിലുള്ള അംഗീകാരം കൊടുക്കുന്നില്ല. ചിലരെല്ലാം അംഗനവാടിക്ക് സംഭാവന ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അവരെയൊക്കെ മഹാമനസ്കരായി വാഴ്ത്തിക്കൊണ്ടുള്ള ആൾക്കാരൊക്കെ മുമ്പിലേക്ക് വരാറുണ്ട്. അംഗനവാടിക്ക് 3 സെൻറ്റ് വസ്തു കൊടുക്കുന്നു. ബാക്കിയുള്ള നിലം നികത്തുന്നതിന് വേണ്ടിയുള്ളൊരു പരിപാടിയുമായിട്ടാണ് അത്തരം ആൾക്കാരെല്ലാം ഇറങ്ങി വരുന്നത്. അതിനൊന്നും സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നതേ ഇല്ല. നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായി വേണ്ടി വരുന്ന നിലങ്ങളല്ലാതെ ഒരു തരത്തിലും ഒരു നിയമത്തിനകത്ത് ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല. അവശേഷിക്കുന്ന വയലുകളെ നമ്മുടെ ഭക്ഷണത്തിൻ്റെയും നമുക്ക് ജലത്തിൻ്റെയും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ് എന്ന നിലപാടിൽ തന്നെയാണ് സർക്കാർ നിൽക്കുന്നത്. വയലുകൾ സംരക്ഷിക്കാനുള്ള നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കാനുള്ള നടപടികളുമായി തന്നെ മുമ്പോട്ട് പോകും. ശ്രീമതി CK ആശ. സർ, ഉൽപാദന വർധനവിന് അടിസ്ഥാന സൗകര്യ വികസനം അത്യന്താപേക്ഷിതമാണ്. നിലവിൽ കാർഷിക മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് എന്തെല്ലാം പദ്ധതികളാണ് ഉള്ളത്? ഈ പദ്ധതികൾ കൃഷിക്ക് ആവശ്യമായ ഫണ്ട് ഈ പദ്ധതികളിലൂടെ ലഭ്യമാകുന്നുണ്ടോ എന്ന് വ്യക്തമാക്കാം. സർ, കാർഷിക മേഖലയ്ക്ക് ഇത്തരത്തിൽ സാമ്പത്തികമായ നല്ലൊരു പിന്തുണ കൊടുക്കേണ്ടത് അനിവാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ്, RIDF റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട്, രാഷ്ട്രീയ കൃഷി വികാസ് യോജന, സഹകരണ വകുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, മിഷൻ ഫോർ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ, SMAM, ഇതെല്ലാം ഈ പദ്ധതികളെല്ലാം തുക വിനിയോഗിക്കുന്നുണ്ട്. RIDF പദ്ധതിയിലൂടെ ഈ സർക്കാരിൻ്റെ കാലത്ത് 486 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് കേരളത്തിൻ്റെ കാർഷിക മേഖലയെ ബന്ധപ്പെടുത്തി നടത്താൻ കഴിഞ്ഞു. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വഴി 1152 കോടി രൂപയുടെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. ഒരു സമയത്ത് നമ്മൾ 2 വർഷം മുമ്പ് AIF-നെ കുറിച്ച് ഈ നിയമസഭ ചർച്ച ചെയ്തതാണ്. തുകയുടെ വിനിയോഗത്തിൽ നമ്മൾ പുറകിൽ നിന്നൊക്കെ ചിലരൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കുക,
AIF-ന്റെ അടിസ്ഥാനത്തിൽ തന്നെ 2980 ഗുണഭോക്താക്കൾക്കായി 1152 കോടി രൂപയുടെ സഹായം നമ്മൾ എത്തിയിട്ടുണ്ട്. പിന്നെ RKVY RADF പദ്ധതികളിൽ നിന്നും ലഭ്യമാകുന്ന തുകയും ഈ തരത്തിൽ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് നമ്മൾ റിയാസ് എന്ന് പറയുന്ന ഏറ്റവും പുതിയ നബാർഡിൻ്റെ പദ്ധതിയുണ്ട്, റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ അസിസ്റ്റൻസ് ടു സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് 1576 കോടി രൂപയുടെ പദ്ധതികൾ കേരളം സമർപ്പിച്ചിട്ടുണ്ട്. സാധ്യമാവുന്നിടത്തുനിന്നെല്ലാം സാമ്പത്തികമായ സഹായങ്ങൾ എത്തിച്ചുകൊണ്ട് കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനം എത്തിക്കുന്നതിനായിട്ടാണ് സർക്കാർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ പി ഉബൈദുള്ള. സർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം 30% ഉൽപ്പാദന മേഖലയ്ക്ക് വേണ്ടിയാണ് നീക്കിവെക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കോടിക്കണക്കിന് രൂപയാണ് ഉൽപ്പാദന മേഖലയിൽ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാറ്റിവെച്ചത്. ഈ ഫണ്ട് വിനിയോഗിച്ച് കാർഷിക രംഗത്ത് എന്തെങ്കിലും പുരോഗതി കൈവരിക്കാൻ സാധ്യമായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് സർക്കാർ വല്ല പഠനവും നടത്തിയിട്ടുണ്ടോ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി ആസൂത്രണം ചെയ്യുമ്പോൾ കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്ക് അനുയോജ്യമായ പദ്ധതികൾക്ക് രൂപം നൽകാൻ കൃഷി വകുപ്പ് മുൻകൈയെടുക്കുമോ എന്നാണ് സർക്കാർ ചോദിച്ചത്. സർ, വളരെ പ്രസക്തമായൊരു കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. നമ്മുടെ 30 മുതൽ 40% വരെ പ്രാഥമിക മേഖലയ്ക്ക് വേണ്ടി നീക്കിവെക്കണമെന്നാണ് നിർദ്ദേശിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൂടിയൊരു പരിശോധനയിലേക്കും മറ്റും എത്തി. ഈ നീക്കിവെച്ചതിൻ്റെയും ഇടപെടലിൻ്റെയും ഭാഗമായി പുരോഗതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും, പുരോഗതി ഉണ്ട്. ആ പുരോഗതി ഇനിയും നമുക്ക് മുമ്പോട്ടേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പച്ചക്കറിയുടെ ഉൽപ്പാദനത്തിൽ ഉൾപ്പെടെ വർധനവുണ്ടാകുന്ന തരത്തിലേക്ക് എത്തിയത്. അങ്ങ് രണ്ടാമത്തെ ഭാഗത്തിലൂടെ ചോദിച്ചല്ലോ, നമുക്ക് ഇത്തരം പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനാവശ്യമായ ഇടപെടൽ നടത്തുമെന്നുള്ളൂ. ഞങ്ങളെല്ലാ മേഖലാ അടിസ്ഥാനത്തിൽ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നിട്ട് ഇത്തരം പദ്ധതികൾ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ആവശ്യമായ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ തയ്യാറാക്കുന്നതിന് കൃഷി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക് പരിശീലനം കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ അതിനു വേണ്ടിയിട്ടൊരു പ്രോജക്റ്റ് ബാങ്കും ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ആ പ്രോജക്റ്റ് ബാങ്കിലേക്ക് ഓരോ ജില്ലാ അടിസ്ഥാനത്തിലും പദ്ധതികൾ എന്തെല്ലാമായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു പ്രോജക്റ്റ് തയ്യാറാക്കുന്നു. അത് സംസ്ഥാന അടിസ്ഥാനത്തിൽ അതിൻ്റെ അവലോകനം നടത്തുന്നു. അങ്ങനെ ഒരു പ്രോജക്റ്റ് ബാങ്കുകളിൽ വരുന്നു. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനും അവർക്ക് ആവശ്യമായിട്ടുള്ളവ എടുത്ത് അത് അവിടെ പ്രയോഗിക്കാവുന്ന തരത്തിലേക്ക് ഒരു ഇടപെടൽ കൃഷി വകുപ്പിൻ്റെ കൂടി ഭാഗത്തുണ്ടാകുന്നുണ്ട്. അതുകൊണ്ടൊരു ഏറ്റവും ഒരു നാടിന് അനിവാര്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പ്രാദേശികമായ വിഭവങ്ങൾ അതെല്ലാം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെന്നെല്ലാം കണക്കുകൂട്ടി നോക്കിയിട്ട് അങ്ങനെ ചെയ്യാനാണ്. സർ, കൃഷിയുമായി ബന്ധപ്പെട്ട ആസൂത്രണം നടക്കേണ്ടത് പ്ലാനിംഗ് ബോർഡിലോ സെക്രട്ടേറിയറ്റിലോ കൃഷി വകുപ്പിൻ്റെ ഡയറക്ടറേറ്റിലോ മാത്രമായിട്ടല്ല. കൃഷിയുമായി ബന്ധപ്പെട്ട ആസൂത്രണം നടക്കേണ്ടത് കൃഷിയിടവുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കണം. അതുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അവിടുത്തെ മണ്ണ്, അവിടുത്തെ കൃഷി, അവിടുത്തെ കർഷകർ, അവരെ കൃത്യമായ എന്നവണ്ണം ഈ ആസൂത്രണ പ്രക്രിയയിൽ പങ്കാളിയായിക്കൊണ്ട് ആ നാടിന് അനുയോജ്യമാവുന്ന കൃഷി, മെച്ചപ്പെട്ട കൃഷി എന്തെന്ന് കണക്കാക്കി അത് ചെയ്യണമെന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ വിളയെ അടിസ്ഥാനപ്പെടുത്തുന്ന കൃഷിയിൽ നിന്നും മാറി നമ്മൾ സാധാരണ തെങ്ങിനൊരു പദ്ധതി, വാഴയ്ക്കൊരു പദ്ധതി, കപ്പയ്ക്കൊരു പദ്ധതി എന്നെല്ലാമായിരുന്നു. അത് ഞങ്ങൾ മാറിയിട്ട് വിളയിടത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പദ്ധതികളിലേക്ക് ഞങ്ങൾ നീങ്ങി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടിയും വന്നിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മതിയായ പ്രോജക്റ്റ് തയ്യാറാക്കാനുള്ള സംവിധാനം കേരളത്തിൽ ഒരുങ്ങിയിട്ടുണ്ട്. അത് വ്യാപകമായി നടപ്പിലാക്കും. ചോദ്യം നമ്പർ 273 ശ്രീമതി KK ശൈലജ ടീച്ചർ, ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി. സർ, കേരളം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിലവിൽ നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന കരിക്കുലം പരിഷ്കരണം, 4 വർഷ ബിരുദ പ്രോഗ്രാം തുടങ്ങിയ വിവിധങ്ങളായിട്ടുള്ള പരിഷ്കാരങ്ങൾ ശ്യാം ബി മേനോൻ അധ്യക്ഷനായ ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മീഷനും പ്രൊഫസർ സുരേഷ് ദാസ് അധ്യക്ഷനായ ഹയർ എഡ്യൂക്കേഷൻ കരിക്കുലം കമ്മിറ്റിയും മുൻപോട്ട് വച്ച കരിക്കുലം ഫ്രെയിംവർക്കിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ളതാണ്. മികവിനും ഗുണനിലവാരത്തിനുമൊപ്പം പ്രാപ്യതയും തുല്യതയും കൂടി അടിസ്ഥാനമാക്കി വേണം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മികവ് വിലയിരുത്താനെന്നാണ് കേരളം മുൻപോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട്. പുത്തൻ വിദ്യാഭ്യാസ നയം ഊന്നൽ നൽകുന്നത് വേദകാലഘട്ടത്തിലും പൗരാണിക കാലഘട്ടത്തിലുമുള്ള ഇന്ത്യയിൽ നിന്നുമുള്ള അറിവുകളിൽ ഊന്നുന്ന പാഠ്യപദ്ധതിയാണ്. ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന പേരിൽ പുരാണങ്ങളും ഇതിഹാസങ്ങളും ആധാരമാക്കിയുള്ള കാര്യങ്ങൾ ഉൾപ്പെട്ട പാഠ്യപദ്ധതിയാണ് NEP വിഭാവനം ചെയ്യുന്നത്. എന്നാൽ സാംസ്കാരിക വൈവിധ്യത്തിലും വൈജാത്യങ്ങളിലും ഭരണഘടനാ മൂല്യങ്ങളിലും ഊന്നി നിന്നുകൊണ്ട് ഡിജിറ്റൽ സാക്ഷരത, സംരംഭകത്വം, സുസ്ഥിരത, ജനാധിപത്യം, പൗരബോധം, ജെൻഡർ അവബോധം, സമഭാവന, മതനിരപേക്ഷത, ശാസ്ത്രബോധം എന്നിവയുള്ള
ഒരു പുതുതലമുറയെ രൂപവൽക്കരിക്കേണ്ട ഉത്തരവാദിത്തമാണ് പാഠ്യപദ്ധതി പരിഷ്കരണത്തിലൂടെ കേരളം ലക്ഷ്യം വയ്ക്കുന്നത്. ഭൂരിപക്ഷം പേരെയും സമഗ്രമായ വിദ്യാഭ്യാസം പൂർത്തിയാകുന്നതിന് മുൻപ് ഏതെങ്കിലും തരത്തിലുള്ള തൊഴിൽ പരിശീലനവും തൊഴിൽ പരിചയ സർട്ടിഫിക്കറ്റും നൽകിക്കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഒഴിവാക്കുക എന്നതാണ് NEP-യുടെ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്ന്. ഒരു ചെറിയ ശതമാനത്തിന് മാത്രം സമഗ്ര വിദ്യാഭ്യാസം നൽകുകയും ബാക്കിയുള്ള മഹാഭൂരിപക്ഷത്തിനും തൊഴിൽ ക്ഷമത വർദ്ധിപ്പിക്കാൻ ആവശ്യമുള്ള സ്കില്ലുകൾ മാത്രം നൽകി കമ്പോളത്തിനാവശ്യമായ തൊഴിൽ സേനയുടെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യുക എന്ന ആശയത്തിലാണ് NEP കേന്ദ്രീകരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് 1-ാം വർഷം സർട്ടിഫിക്കറ്റ്, 2-ാം വർഷം ഡിപ്ലോമ തുടങ്ങിയ നിർദ്ദേശങ്ങൾ UGC ഫ്രെയിംവർക്കിൻ്റെ ഭാഗമാകുന്നത്. എന്നാൽ സംസ്ഥാനത്തെ മുഴുവൻ കോളേജുകളിലും 24-25 അധ്യയന വർഷം മുതൽ 3 വർഷം കഴിയുമ്പോൾ ബിരുദവും 4-ാം വർഷം തുടർന്ന് ക്യാപ്സ്റ്റോൺ പ്രൊജക്റ്റുള്ള ഓണേഴ്സ് ബിരുദവും നേടാൻ കഴിയുന്ന വിധത്തിൽ റിസർച്ച് താൽപ്പര്യമുള്ളവർക്ക് ഓണേഴ്സ് വിത്ത് റിസർച്ച് ബിരുദം നേടാനും കഴിയുന്ന തരത്തിലുള്ള ബിരുദ പ്രോഗ്രാമിന്റെ ഘടനയിലേക്കാണ് നാം മാറുന്നത്. അറിവ് നേടുന്നതിനോടൊപ്പം ശ്രീമതി KK ശൈലജ ടീച്ചർ. സർ, കേരളത്തെ ഒരു വിജ്ഞാന സമൂഹമായി പരിവർത്തിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ബഹുമാന്യായ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്ന പരിശ്രമങ്ങളെ അഭിനന്ദിക്കുകയാണ്. വ്യക്തിപരമായിട്ടുള്ള വിദ്യാർത്ഥികളുടെ കഴിവും സാമൂഹ്യബോധവും നിർണ്ണയിക്കുന്നതിൽ ഭാഷാ പഠനത്തിന് വലിയ പ്രാധാന്യമുണ്ട് സർ. എന്നാൽ UGC വിഭാവനം ചെയ്യുന്ന കരിക്കുലം ഭാഷാ പഠനത്തിൻ്റെ പ്രാധാന്യം നൽകുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. കേരളത്തിൻ്റെ കരിക്കുലം ഇതിൽ നിന്ന് എന്ത് മാറ്റമാണ് ഉദ്ദേശിക്കുന്നത്? UGC-യുടെ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായി ഭാഷാ പഠനത്തെ വൈവിധ്യവൽക്കരണത്തിലൂടെ സമീപിക്കുന്ന രീതിയാണ് കേരളം സ്വീകരിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ച് ആധുനിക ഇന്ത്യൻ ഭാഷ എന്ന UGC-യുടെ കാഴ്ചപ്പാട് മാത്രമല്ല കേരളം സ്വീകരിച്ചിട്ടുള്ളത്. അറബിക്, ജർമ്മൻ, ഫ്രഞ്ച് തുടങ്ങിയ വൈദേശിക ഭാഷകൾ ഉൾപ്പെടെ പഠിക്കാൻ കഴിയുന്ന രീതിയിലാണ് കേരളത്തിൻ്റെ കരിക്കുലം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് എല്ലാ വിദ്യാർത്ഥികളും 2 വീതം ഇംഗ്ലീഷ് കോഴ്സുകളും അവർക്ക് താല്പര്യമുള്ള ഏതെങ്കിലും 2 ഭാഷാ കോഴ്സുകളും അടക്കം 4 ഭാഷാ കോഴ്സുകൾ പഠിക്കുന്നതിനുള്ള അവസരം എല്ലാവർക്കും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സിൻ്റെയും വാല്യൂ ആഡഡ് കോഴ്സിൻ്റെയും ഭാഗമായിട്ട് തങ്ങളുടെ അഭിരുചിക്കൊത്ത ഭാഷകൾ തിരഞ്ഞെടുത്ത് പഠിക്കാൻ എല്ലാ വിദ്യാർത്ഥികൾക്കും അവസരമുണ്ട്. ട്രാൻസ്ലേഷൻ അടക്കമുള്ള കോഴ്സുകൾ പഠിക്കാൻ നമ്മുടെ പുതിയ വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് അവസരമുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഓരോരുത്തർക്കും അവർക്ക് അവരുടെ അഭിരുചിക്കിണങ്ങുന്ന വിധത്തിലുള്ള ഭാഷാ പരിചയവും ഭാഷാ പ്രാവീണ്യവും ഉറപ്പ് നൽകുന്ന രീതിയിലാണ് കേരളത്തിലെ 4-year UG പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട്. സർ, കേരളത്തെ ഒരു വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. സ്റ്റഡി ഇൻ കേരള എന്ന് പറയുന്ന പ്രത്യേക സ്ലോഗൻ നമ്മളതിനു വേണ്ടി വരുത്തിയിട്ടുണ്ട്. സർ, ഇതിനുവേണ്ടി ഇന്ന് ക്യാമ്പസുകളിൽ വലിയ മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് കാണുന്നത്. അനാപലഷണീയമായ ഒട്ടേറെ പ്രവണതകൾ ക്യാമ്പസുകളിൽ വളർന്നു വരുന്നതായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെയെല്ലാം മാറ്റി വിദ്യാർത്ഥികളുടെ സ്വാതന്ത്ര്യവും അക്കാദമിക ഫ്ലെക്സിബിലിറ്റിയും ഉറപ്പുവരുത്തിക്കൊണ്ട് ലക്ഷ്യബോധമുള്ള ഒരു യുവതലമുറയെ, ഉത്തരവാദിത്വ ബോധമുള്ള ഒരു യുവതലമുറയെ വാർത്തെടുക്കുന്നതിന് എങ്ങനെയാണ് കേരളത്തിൻ്റെ ഈ പുതിയ മോഡൽ റെഗുലേഷൻ ഉറപ്പുവരുത്തുക? വിദ്യാർത്ഥി കേന്ദ്രിതമായിട്ടുള്ള ഒരു സമീപനമാണ് നാം കരിക്കുലം പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. പുതിയ കാലത്തിനും പുതിയ ലോകത്തിനും ഇണങ്ങുന്ന തരത്തിൽ തങ്ങളുടെ അഭിരുചിക്കും അക്കാദമിക് താൽപ്പര്യങ്ങൾക്കും കരിയർ താൽപ്പര്യങ്ങൾക്കും അനുസൃതമായ വിധത്തിൽ സ്വയം തങ്ങളുടെ ബിരുദ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്വയം രൂപകൽപ്പന ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വിദ്യാർത്ഥികൾക്ക് ഉറപ്പാക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. മുൻകാലങ്ങളിൽ
കെമിസ്ട്രിയോടൊപ്പം ഫിസിക്സും കണക്കും പഠിക്കണമെന്ന് നിർബന്ധമായിരുന്നെങ്കിൽ ഇപ്പോൾ കെമിസ്ട്രിയോടൊപ്പം ഫിസിക്സും സംഗീതവും പഠിക്കാം, അതല്ലെങ്കിൽ ഫിസിക്സും ഇലക്ട്രോണിക്സും പഠിക്കാം. അങ്ങനെ വലിയ രീതിയിലുള്ള വിപുലമായ ചോയ്സ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുമാത്രമല്ല, തങ്ങളുടെ പഠനം ഏത് വിധത്തിലായിരിക്കണമെന്ന് രൂപകൽപ്പന ചെയ്യാൻ അക്കാദമിക് കൗൺസിലർമാരുടെ സഹായത്തോടു കൂടി വിദ്യാർത്ഥികൾക്ക് തന്നെ സാധ്യമാകുന്ന നില ഉണ്ട്. ഒപ്പം തന്നെ ഓൺലൈൻ കോഴ്സുകൾ തിരഞ്ഞെടുത്ത് പഠിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവും കുട്ടികൾക്ക് നൽകുന്നുണ്ട്. അതിനനുസൃതമായ രീതിയിൽ സർവകലാശാല നിയമങ്ങളും ചട്ടങ്ങളും പരിഷ്കരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അക്കാദമിക് സമൂഹത്തിന് അതിവേഗം സേവനങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ്, ഈസ് ഓഫ് ഡൂയിങ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതനുസരിച്ച് പരമാവധി സേവനങ്ങൾ ഓൺലൈനിലാക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി ലോകത്തെവിടെ നിന്ന് വേണമെങ്കിലും ക്രെഡിറ്റ് ആർജിച്ച് തങ്ങളുടെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിൽ നിക്ഷേപിക്കാൻ വിദ്യാർത്ഥികൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. കേറിപ്പ് എന്ന പദ്ധതി കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതും സഭയെ അറിയിക്കുകയാണ്. ശ്രീ KP കുഞ്ഞമ്മദുട്ടി മാസ്റ്റർ. സർ, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കാലോചിതമായ പരിഷ്കരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രി ആർ ബിന്ദുവിനെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. എൻ്റെ ചോദ്യം സർ ഇതാണ്: പരീക്ഷാ മൂല്യനിർണ്ണയ രീതികളിൽ എന്തെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളാണ് കേരളത്തിൻ്റെ കരിക്കുലം നിർദ്ദേശിച്ചിരിക്കുന്നത്? വിശദാംശങ്ങൾ ലഭ്യമാക്കാമോ? പരീക്ഷാ മൂല്യനിർണ്ണയ രീതിയിൽ എന്തൊക്കെ മാറ്റം വരുത്താൻ പുതിയ പാഠ്യപദ്ധതിയുടെ ഭാഗമായും അതുപോലെ പരീക്ഷാ പരിഷ്കരണത്തിന് നിയോഗിക്കപ്പെട്ടിരുന്ന കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായും നമ്മുടെ പരീക്ഷാ സമ്പ്രദായം തന്നെ പൊളിച്ചെഴുതുന്ന രീതിയിലുള്ള മാറ്റങ്ങളിലേക്കാണ് നാം നീങ്ങുന്നത്. അധ്യാപനം, പഠനം, പരീക്ഷാ മൂല്യനിർണ്ണയം തുടങ്ങിയ രീതികളിലൊക്കെ സമൂലമായ മാറ്റങ്ങളാണ് നിർദ്ദേശിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് സെൽഫ് ലേണിംഗ്, സ്വയം പഠനത്തിന് കഴിയുന്ന വിധത്തിലും എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിന് സാധ്യമാകുന്ന വിധത്തിലുമാണ് ഇപ്പോൾ കാര്യങ്ങൾ ചിട്ടപ്പെടുത്തുന്നത്. ഓരോ വിഷയത്തിൻ്റെയും ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് സവിശേഷമായി പഠിക്കാനും അതിൽ നിന്ന് ആർജിക്കുന്ന അറിവുകളിൽ നിന്ന് പുതിയ അറിവുകൾ ഉൽപ്പാദിപ്പിക്കാനും കെൽപ്പുള്ളവരായിട്ട് വിദ്യാർത്ഥികളെ രൂപീകരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായി വ്യക്തമായി നിർവചിക്കപ്പെട്ട ലക്ഷ്യങ്ങളോട് കൂടിയിട്ടാണ് ഓരോ കോഴ്സും വിദ്യാർത്ഥി പഠിക്കുക. ഒരു സർവകലാശാലയ്ക്ക് കീഴിൽ തന്നെ വ്യത്യസ്തമായ കോളേജുകളിൽ ഒരു വിഷയം വ്യത്യസ്തമായ രീതിയിലായിരിക്കാം പഠിക്കുന്നത്. ഓരോ കോളേജിൻ്റെയും തന്നെ സവിശേഷ സാഹചര്യങ്ങൾക്കനുസൃതമായിട്ട് കൂടി അത് മാറുന്ന വിധത്തിലുള്ള ഫ്ലെക്സിബിലിറ്റി ഇപ്പോൾ അനുവദിക്കുന്നുണ്ട്. സാമൂഹ്യശാസ്ത്രം, മാനവിക ഭാഷാ വിഷയങ്ങളിലും ഉൾപ്പെടെ പ്രാക്ടിക്കൽ എന്ന നിലയിലുള്ള സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. നൈപുണ്യ വിടവ് നികത്തുന്നതുമായി ബന്ധപ്പെട്ട് സ്കിൽ കോഴ്സുകൾ ഉൾപ്പെടെ ക്രെഡിറ്റ് നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഓപ്പൺ ബുക്ക് എക്സാം, അതുപോലെ പ്രൊജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ഇന്റേൺഷിപ്പുകൾ, അസൈൻമെൻറ്റുകൾ എല്ലാം പ്രായോഗിക പരീക്ഷാ പദ്ധതിയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ശ്രീ PP സുമോൻ. ശ്രീ IB സതീഷ്. സർ, ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി തയ്യാറാക്കപ്പെട്ട കരിക്കുലത്തിൽ വിദ്യാർത്ഥികൾക്ക് മൾട്ടിപ്പിൾ എക്സിറ്റ് ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഇതിന് ബദലായി കേരളം എടുത്തിരിക്കുന്ന തീരുമാനങ്ങളുടെ വിശദാംശങ്ങൾ നൽകാമോ? മൾട്ടിപ്പിൾ എക്സിറ്റിൻ്റെ ഭാഗമായിട്ട് സാമൂഹ്യമായി അരികുവൽക്കരിക്കപ്പെടുന്ന വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾ വൻതോതിൽ കൊഴിഞ്ഞു പോകുന്നതിനാണ് ഇടവയ്ക്കുക. ഒന്നാമത്തെ വർഷം പൂർത്തീകരിച്ചാൽ സർട്ടിഫിക്കറ്റും രണ്ടാം വർഷം പൂർത്തീകരിക്കുമ്പോൾ ഡിപ്ലോമയും നൽകുന്നു എന്നുള്ളത് ബിരുദവുമായി ബന്ധപ്പെട്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നിർദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒന്നാം വർഷം പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു വിദ്യാർത്ഥിക്ക് യാതൊന്നും തന്നെ സബ്സ്റ്റാൻഷ്യലായിട്ട് ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ അരികുവൽക്കരിക്കപ്പെടുന്ന വിദ്യാർത്ഥികളെ പുറന്തള്ളുന്ന വിധത്തിലുള്ള എക്സ്ക്ലൂഷൻ പോളിസിയിലേക്കല്ല കേരളം പോയിട്ടുള്ളത്. മറിച്ച് അവരെ ശാക്തീകരിക്കുന്നതിനും മുഖ്യധാരയിലേക്കും കൊണ്ടുവരുന്നതിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രാപ്യതയ്ക്കും സാമൂഹ്യനീതിക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് 3 വർഷം പൂർത്തീകരിച്ച് 133 ക്രെഡിറ്റുകൾ ആർജിക്കുന്ന ഘട്ടത്തിൽ ഒരു എക്സിറ്റും തുടർന്നും
പഠിക്കാൻ ആഗ്രഹമുള്ള റീസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡുള്ള വിദ്യാർത്ഥികൾക്ക് 4-ാം വർഷം കൂടി തുടർന്ന് ഗവേഷണാത്മക പ്രവർത്തനങ്ങൾ നടത്തി 4-ാം വർഷം ഓണേഴ്സ് ബിരുദം നൽകുന്ന സമീപനമാണ് കേരളം സ്വീകരിച്ചിട്ടുള്ളത്. 1-2 വർഷങ്ങളിലെ എക്സിറ്റ് ഇല്ല. ശ്രീ പി സുമോദ്. സർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നാളിതുവരെയുള്ള വിദ്യാഭ്യാസ രീതിയിൽ നിന്നും വിഭിന്നമായി ഏറെ വൈവിധ്യത്തോടു കൂടിയാണ് 4 വർഷ ബിരുദം നടപ്പിലാക്കുന്നത്. സ്വാഭാവികമായും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമെല്ലാം ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ആശങ്കകളും ഉത്കണ്ഠകളും ഉണ്ടാവും. ഇവ അകറ്റുന്നതിനും വിദ്യാർത്ഥികൾക്ക് കൃത്യമായി തങ്ങളുടെ അക്കാദമിക് സമീപനങ്ങൾ പ്ലാൻ ചെയ്യുന്നതിനും ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വിദ്യാർത്ഥികൾക്കുണ്ടായാൽ അത് പരിഹരിക്കുന്നതിനുമായി എന്തെല്ലാം സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്? 4-year UG പ്രോഗ്രാം ഒരു പുതിയ സമ്പ്രദായമാണ് എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും എല്ലാം ആശങ്കകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ വർഷം മുതൽ തന്നെ ഹയർ സെക്കൻഡറി തലം മുതൽ ഈ പുതിയ മാറ്റത്തിലേക്ക് വിദ്യാർത്ഥികളെ നയിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പരിചയപ്പെടുത്തൽ പരിപാടികൾ നാം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, കോളേജിലേക്ക് കടന്നു വന്ന ശേഷം എല്ലാ പ്രസക്തമായ കാര്യങ്ങളിലും വിദ്യാർത്ഥികൾക്ക് ഉപദേശങ്ങൾ നൽകുന്നതിന് ഓരോ ക്ലാസ്സിലും ഒരു ഫാക്കൽറ്റി ഉപദേഷ്ടാവ് ഉണ്ടായിരിക്കണം എന്ന നിബന്ധന വച്ചിട്ടുണ്ട്. ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ എല്ലാ അക്കാദമിക് പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള രേഖകൾ ഈ ഫാക്കൽറ്റി ഉപദേഷ്ടാവിൻ്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇൻറ്റേർണൽ മാർക്കുകൾ, ക്ലാസ് റൂമിലെ സാന്നിധ്യം, ക്ലാസ് റൂമിലെ പങ്കാളിത്തം, ഇതെല്ലാം തന്നെ 2 പ്രവൃത്തി ദിവസത്തേക്ക് ഡിപ്പാർട്ട്മെൻറ്റ് നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിച്ചതിന് ശേഷം മാത്രമേ സർവകലാശാല പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന നിബന്ധനയുണ്ട്. അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ലെവൽ അക്കാദമിക് കമ്മിറ്റി വിദ്യാർത്ഥികളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനും സംശയ നിവാരണത്തിനുമായിട്ട് പ്രവർത്തിക്കും. DLAC തലത്തിൽ ആശങ്കകൾ പരിഹരിക്കപ്പെട്ടില്ല എങ്കിൽ കോളേജ് ലെവൽ അക്കാദമിക് കമ്മിറ്റിക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അവിടെയും സംശയ നിവാരണവും മറ്റു രീതിയിലുള്ള പരാതി പരിഹാരവും സാധ്യമാകും. ഇൻറ്റേർണൽ അസസ്മെൻറ്റും ഹാജർ നിലയും സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കുന്നതിന് ആദ്യം പ്രിൻസിപ്പലിനെയോ HODയെയോ സമീപിക്കാം. അവിടെ പരിഹാരം ലഭിക്കുന്നില്ല എങ്കിൽ യൂണിവേഴ്സിറ്റി ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് പരാതി നൽകാവുന്നതാണ്. പ്രിൻസിപ്പലിന് ലഭിക്കുന്ന പരാതികളും തീർപ്പായിട്ടില്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് റെഫർ ചെയ്യും. കെയറിപ്പ് സോഫ്റ്റ്വെയറിൻ്റെ ഭാഗമായിട്ട് അഡ്മിഷൻ തുടങ്ങി ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്നത് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും സുതാര്യമായ നിലയിൽ വിദ്യാർത്ഥികൾക്കും മറ്റുള്ളവർക്കും അറിയാൻ കഴിയുന്ന നിലയും സംജാതമാകും. ഓരോ വിദ്യാർത്ഥിക്കും തങ്ങളുടെ പ്രത്യേകമായ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറിൽ ലോഗിൻ ചെയ്ത് ഈ സോഫ്റ്റ്വെയറിലൂടെ എല്ലാ കാര്യങ്ങളും സുതാര്യമായി അറിയാവുന്ന വിധത്തിലാണ് നടപ്പാക്കുന്നത്. ഒരു LMS സംവിധാനം, ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റവും ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലാ സർവകലാശാലകളിലും ഉറപ്പാക്കുന്നുണ്ട്. നമ്മുടെ ഫോറിൻ യൂണിവേഴ്സിറ്റികളുമായിട്ട് എക്സ്ചേഞ്ച് പ്രോഗ്രാമുകൾ നമ്മുടെ കേരളത്തിലെ ക്യാമ്പസുകളിൽ നടക്കുന്നുണ്ട്. പക്ഷേ പല ക്യാമ്പസുകളും, കേരളത്തിലെ മികച്ച ക്യാമ്പസുകളിൽ ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് മറ്റൊരു കോളേജിൽ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കുന്നതിന് വേണ്ടി നമ്മളൊരു എക്സ്ചേഞ്ച് പ്രോഗ്രാം കേരളത്തിലെ കോളേജുകളും സർവകലാശാലകളും തമ്മിൽ നടത്താൻ ഗവൺമെൻറ് കഴിയുമോ എന്നാണ് എൻ്റെ ചോദ്യം. തീർച്ചയായും നല്ലൊരാശയമാണ് ബഹുമാനപ്പെട്ട മെമ്പർ മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ധാരാളം ട്വിന്നിങ് പ്രോഗ്രാമുകളും ഫാക്കൽറ്റി എക്സ്ചേഞ്ച് പ്രോഗ്രാമുകളും സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമുകളും വിവിധ രാജ്യങ്ങളുമായും വിവിധ സംസ്ഥാനങ്ങളിലെ യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ടും നടന്നു വരുന്നുണ്ട്. നമ്മുടെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും മിക്കവാറും ഡിപ്പാർട്ട്മെൻറ്റുകൾ അത്തരം പ്രവർത്തനങ്ങൾ ഇതിനകം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് തന്നെ വിവിധ കോളേജുകൾ തമ്മിലുള്ള നോളജ് ട്രാൻസാക്ഷനുള്ള സംവിധാനം തീർച്ചയായും നമ്മൾ ഉറപ്പാക്കാം. ക്ലസ്റ്റർ കോളേജുകളും കോൺസ്റ്റിറ്റ്യൂവൻ്റ് കോളേജുകളുമെല്ലാം കൂടുതൽ നല്ല നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും റിസോഴ്സ് ഷെയറിങ്ങും നോളജ് ഷെയറിങ്ങും സാധ്യമാകാവുന്നതാണ്. ചോദ്യം നമ്പർ 274 ശ്രീ നജീബ് കാന്തപുരം, ബഹുമാനപ്പെട്ട ന്യൂനപക്ഷക്ഷേമം, കായികം, വഖഫ്, ഹജ്ജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി. യെസ് മിനിസ്റ്റർ. അന്താരാഷ്ട്ര ചാമ്പ്യൻഷിപ്പുകൾ മെഡൽ ജേതാക്കളായ കേരളത്തിൻ്റെ മികച്ച കായിക താരങ്ങൾ ചിലർ പരിക്ക് കാരണം ഈ ദേശീയ ഗെയിംസിൽ പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ തവണ ഗോവയിൽ നടന്ന ദേശീയ ഗെയിംസിൽ 22
മെഡൽ നേടിയ കളരിപ്പയറ്റ് ഇത്തവണ പ്രദർശന ഇനമായി മാത്രമാണ് ഉൾപ്പെടുത്തിയത്. അതിലൂടെ 19 ഗോൾഡാണ് കേരളത്തിന് നഷ്ടപ്പെട്ടത്. അതോടൊപ്പം തന്നെ നിരവധി ഇനങ്ങളിൽ ഏകദേശം 37 ഇനങ്ങളിൽ മത്സരത്തിൽ 17 എണ്ണത്തിലും 17 ഇനങ്ങളിൽ മെഡൽ നേടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേരള ഒളിമ്പിക് അസോസിയേഷൻ സർക്കാരിൽ നിന്നും കൈപ്പറ്റിയ ഗ്രാൻഡ് സംബന്ധിച്ച് സമർപ്പിച്ച വരവ് ചെലവ് കണക്കിൽ സർക്കാരിനെതിരെ സെക്രട്ടേറിയറ്റ് മുമ്പിൽ സംഘടിപ്പിച്ച മാർച്ചിൻ്റെ ചെലവ് വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹോക്കി അസോസിയേഷൻ ഈ സർക്കാരിൽ ഇതേവരെ കാലയളവിൽ ബഡ്ജറ്റ് വിഹിതമായി 56 ലക്ഷം രൂപയും സ്പോർട്സ് കൗൺസിലിൻ്റെ ഗ്രാൻഡായി 23.83 ലക്ഷവും കൈപ്പറ്റിയിട്ടുണ്ട്. എന്നാൽ കേരള ഹോക്കി ടീം കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ദേശീയ ഗെയിംസിൽ യോഗ്യത പോലും നേടിയിട്ടില്ല. കായിക മേഖലയിൽ പുതിയ പദ്ധതികളും നിക്ഷേപങ്ങളും ആകർഷിക്കാൻ തിരുവനന്തപുരത്ത് നടത്തിയ അന്താരാഷ്ട്ര സ്പോർട്സ് സമിറ്റ് സംഘടിപ്പിച്ചിരുന്നു. നിരവധി പദ്ധതികളും നിക്ഷേപ വാഗ്ദാനങ്ങളും സമിറ്റിൽ വന്നു. ഇതുപ്രകാരം 950 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ധാരാളം പുതിയ പദ്ധതികൾ, സ്പോർട്സ് ലീഗുകൾ, അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസനം, കായിക പരിശീലന പരിപാടികളെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായി നടത്തി. അത് നല്ല രീതിയിൽ ഇപ്പോൾ നടന്നു വരികയാണ്. ഇപ്പോൾ സ്പോർട്സ് ലീഗുകൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് KCA സംസ്ഥാന പുതിയ ക്രിക്കറ്റ് ലീഗ് ആരംഭിച്ചു. കേരള ഫുട്ബോൾ ഫെഡറേഷൻ പുതിയ സ്പോർട്സ് ലീഗ് ആരംഭിച്ചു. സംസ്ഥാന തലത്തിൽ കോളേജ് ലീഗുകൾ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. ഇതെല്ലാമാണ് ശ്രീ നജീബ് കാന്തപുരം. സർ, നമ്മുടെ സമൂഹമാകെ ലഹരി വ്യാപിക്കുന്ന ആശങ്ക പടരുമ്പോൾ വലിയ പ്രതീക്ഷയുള്ള ഒരു വകുപ്പാണ് കായിക വകുപ്പ്. എന്നാൽ കായിക വകുപ്പ് ഇന്നൊരു വാഗ്ദാന വകുപ്പ് മാത്രമായി മാറിയിരിക്കുകയാണ് സർ. ഈ സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ തുടർച്ചയായി പറയുന്ന ഒരു കാര്യമാണ് എല്ലാ പഞ്ചായത്തിലും ഒരു സ്റ്റേഡിയം പണിയും എന്നുള്ളത്. എന്നാൽ ചോദ്യം ചോദിക്കട്ടെ, ചോദ്യത്തിലേക്ക് വാ. സാർ, എല്ലാ നിയോജക മണ്ഡലത്തിലും ഒരു സ്റ്റേഡിയം നിർമ്മിക്കുമെന്നുള്ളത് ഈ സർക്കാരിൻ്റെ ഒരു വാഗ്ദാനമായിരുന്നു സർ. ഈ കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ എത്ര കളിസ്ഥലങ്ങൾ ഇത്തരത്തിൽ നിർമ്മിച്ചു പൂർത്തീകരിച്ചിട്ടുണ്ട്? അതിന് സർക്കാർ എത്ര തുക ചെലവഴിച്ചു? സർ, സംസ്ഥാനത്ത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ധാരാളം കേസുകൾ ഇപ്പോൾ പിടിക്കുകയും അതിൻ്റെ പ്രതികളെല്ലാം അറസ്റ്റ് ചെയ്യുന്ന വാർത്തകൾ ദിനേന വന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ വായിച്ച പത്രങ്ങളിലൊക്കെ തന്നെ അങ്ങയുടെ പാർട്ടിയിലെ ആളുകൾ തന്നെ ധാരാളമായി ഇതിൽ പ്രതികളായും വരുന്നത് കാണുന്നുണ്ട്. അല്ല, പറഞ്ഞതാണ്. അങ്ങനെ പറയാൻ പാടില്ല. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വെച്ചോ. മയക്കുമരുന്നിനെതിരായിക്കൊണ്ട് സംസ്ഥാന കായിക വകുപ്പ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മയക്കുമരുന്നിനെതിരായിട്ടുള്ള പുതിയ മയക്കുമരുന്നിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രചരണങ്ങൾ ആരംഭിക്കുകയാണ് സർ. ഈ പ്രചരണത്തിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും കഴിയുന്നത്ര പഞ്ചായത്തുകളിലും ഈ പ്രചരണം നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തി വരുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറഞ്ഞപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തുകൊണ്ടുള്ളൊരു പരാമർശമാണ് ഉത്തരത്തിൽ പറഞ്ഞത്. സാർ, അത് അദ്ദേഹം പിൻവലിക്കണം, അല്ലെങ്കിൽ അങ്ങ് രേഖയിൽ നിന്ന് നീക്കം ചെയ്യണം. അത് പരിശോധിച്ച് ചെയ്യാം.
അതുപോലെ ചോദ്യകർത്താക്കൾ പറഞ്ഞല്ലോ ചോദ്യകർത്താവും വല്ലാത്ത രീതിയിൽ മിനിസ്റ്റർ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചത്. ചോദ്യകർത്താവും അതിന് അദ്ദേഹം മറുപടി പറയണമെന്നുള്ള വേറൊരു ഭാഗം. ചോദ്യകർത്താവും ചോദ്യത്തിൽ അങ്ങനെ പരാമർശിച്ചത് അത്തരം കാര്യങ്ങൾ രേഖയിൽ ഉണ്ടാവില്ല. അത്തരം കാര്യങ്ങൾ രേഖയിൽ ഉണ്ടാവില്ല. ചോദ്യകർത്താവ് നിങ്ങൾ ഡിമാൻഡ് ഡിസ്കഷനിൽ പറഞ്ഞോ ബ്ലെയിമിംഗ് ഒക്കെ, ചോദ്യോത്തര വേളയിൽ ഇത്തരം ബ്ലെയിമിംഗ് ഒഴിവാക്കുക. യെസ്, അത്തരം പരാമർശം രേഖയിൽ ഉണ്ടാവുന്നില്ല. യെസ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തുന്നത് ശരിയല്ല. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരവും കിട്ടിയിട്ടില്ല. ബഹുമാന്യനായ മന്ത്രിയോട് ഞാൻ ചോദിച്ചത് എത്ര തുക ചെലവഴിച്ചു, എത്ര സ്റ്റേഡിയം വന്നു എന്നുള്ളതാണ്. അതിനൊരു ഉത്തരം ഉണ്ടായില്ല. ഇങ്ങനെയാണെങ്കിൽ മന്ത്രി പാർട്ടി തിരിച്ചിട്ടുള്ള കണക്കൊന്ന് പറയട്ടെ. സർ, പല പാർട്ടിയിലെയും പല സംസ്ഥാനത്ത് കായിക അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കിഫ്ബി മുഖാന്തരം മാത്രം 1200 കോടി രൂപയുടെ വികസന പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എം എൽ എമാരുടെ ഫണ്ട് ഉപയോഗിച്ച് ഏകദേശം 450 മുതൽ 500 കോടി രൂപയുടെ വർക്കുകൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. വൺ പഞ്ചായത്ത് വൺ കളിക്കളം പദ്ധതി പ്രകാരം ഇപ്പോൾ 129 പഞ്ചായത്ത് കളിക്കളങ്ങളുടെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ തന്നെ അന്താരാഷ്ട്ര നിലവാരമുള്ള ഫുട്ബോൾ സ്റ്റേഡിയം ഫിഫ സ്റ്റാൻഡേർഡിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി കോഴിക്കോട് സർവകലാശാല 35 ഏക്കർ സ്ഥലം നൽകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇതിനായി 600 കോടി രൂപ ചെലവിൽ പദ്ധതി തയ്യാറായി വരികയാണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ISSKയുടെ നിക്ഷേപ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 200 കോടി രൂപയുടെ പദ്ധതികൾ വാഗ്ദാനം ചെയ്യുകയും അതിൽ 1950 കോടി രൂപയുടെ പ്രവർത്തികൾ ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ കേരള ഫുട്ബോൾ അസോസിയേഷൻ 600 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം വാഗ്ദാനം ചെയ്യുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലമെടുപ്പ് ഇപ്പോൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ധാരാളം കാര്യങ്ങളുണ്ട്, ഞാനതിലേക്കാണ്. ശ്രീ ടി വി ഇബ്രാഹിം, അദ്ദേഹം പറഞ്ഞോളൂ, മിനിസ്റ്റർ പറഞ്ഞോളൂ. ലഹരി മരുന്ന് കേസിൽ ഈ ആലപ്പുഴ ബ്രാഞ്ച് സെക്രട്ടറി ഏത് പാർട്ടിക്കാരാണെന്ന് പറഞ്ഞാൽ മന്ത്രി തർക്കടില്ല. പാർട്ടി തിരിച്ചു പറയുകയാണെങ്കിൽ കായിക മേഖലയുടെ കായിക രംഗത്ത് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും കേരളത്തെ പ്രതിനിധാനം ചെയ്ത ആളുകൾക്ക്, കായിക താരങ്ങൾക്ക് വിവേചനരഹിതമായി അവരർഹിക്കുന്ന തലത്തിൽ ജോലി കൊടുത്ത് അവർ അംഗീകരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. എന്നാൽ 22 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പങ്കെടുത്ത 2015-16 ദേശീയ ഫുട്ബോൾ തലത്തിൽ ഏറ്റവും നല്ല പ്ലെയർ എന്ന് ഖ്യാതി നേടിയ അനസ് എടത്തൊടിക, അതുപോലെ തന്നെ റിനോ ആന്റണി തുടങ്ങിയ ആളുകൾക്ക് അംഗീകാരം കൊടുത്തിട്ടില്ല. ഞാൻ ഈ വിഷയം സർ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കത്തായി കൊടുത്തിരുന്നു. അന്ന് മന്ത്രി അനസ് എടത്തൊടികൾക്ക് എന്തായാലും ജോലി കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ബോഡി ബിൽഡിങ്സിലെ താരങ്ങൾക്ക് പോലും ജോലി കൊടുത്ത് അത് കോടതി തടയുക ചെയ്തിട്ട് പോലും അനസ് എടത്തൊടിക പോലെയുള്ള ആളുകൾക്ക് ജോലി കൊടുക്കാൻ എന്താണ് സർ തടസ്സം? സർ, രാജ്യത്ത് തന്നെ ഏറ്റവും അധികം കായിക താരങ്ങൾക്ക് ജോലി നൽകിയ ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ ഓരോ വർഷവും ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന 50 കായിക താരങ്ങൾക്ക് നിർബന്ധമായും ജോലി നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റുള്ള വകുപ്പുകളിൽ കായിക വകുപ്പിൻ്റെ ശുപാർശ കൂടാതെ തന്നെ ജോലി നൽകുന്ന സംവിധാനവും നിലവിലുണ്ട്. ഈ അങ്ങ് പറഞ്ഞ ഈ പ്രത്യേക കാര്യം, അനസ് എടത്തൊടിക ആ മത്സരം നടന്ന കാലയളവിൽ ആ സമയത്ത് അദ്ദേഹം അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായില്ല. അദ്ദേഹം അന്ന് മറ്റൊരു ജോലിയിൽ കയറിയിരുന്നു. അതുകൊണ്ട് തന്നെ കേരളം മുന്നോട്ട് വെച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ അപേക്ഷ ലഭ്യമായിട്ടില്ല. ഇപ്പോൾ വിളിച്ചിട്ടുള്ള ഏകദേശം 241 വേക്കൻസികൾ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. അത് 16 മുതൽ 19 വരെ കാലയളവിൽ മത്സരിച്ച ആളുകൾക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളിൽ ആരെയും ഒഴിവാക്കി നിർത്തുന്ന ഒരു നിലപാടും ഈ ഗവൺമെൻറ് എടുത്തിട്ടില്ല. രാജ്യത്ത് തന്നെ മാതൃകാപരമായി കായിക താരങ്ങൾക്ക് ജോലി നൽകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ശ്രീ എന്നെ നെല്ലിക്കുന്നു. സർ, രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്.
മുഹമ്മദ് അസറുദ്ദീൻ പുറത്താകാതെ നേടിയ 177 റൺസാണ് കേരളത്തെ ഫൈനലിലെത്തിച്ചത്. മുഹമ്മദ് അസറുദ്ദീൻ കാസർഗോഡ് നഗരസഭയിലെ തളങ്കര സ്വദേശിയാണ് എന്നത് കാസർഗോഡ് ജില്ലക്കാരെ ഞങ്ങൾക്കൊക്കെ അഭിമാനമാണ്. അപ്പോൾ മുഹമ്മദ് അസറുദ്ദീനെ പോലെയുള്ള ആളുകൾക്ക് കേരളത്തിൽ തന്നെ ജോലി നൽകി അവരെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കുമോ എന്നതാണ് എൻ്റെ ചോദ്യം. സർ, നിരവധി വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് ആദ്യമായി രഞ്ജി ട്രോഫിയിൽ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ കേരളം കളിക്കുന്നത്. അത് തന്നെ വലിയൊരു അംഗീകാരമാണ് സർ. അതോടൊപ്പം തന്നെ ക്രിക്കറ്റ് അടക്കമുള്ള കായിക ഇനങ്ങളിൽ ഇന്നേ വരെ ആരും നമുക്ക് കേരളത്തിൽ അപേക്ഷ നൽകിയിട്ടില്ല. അത് അപേക്ഷ വരുന്നവർക്ക് തീർച്ചയായും അത്തരം കാര്യങ്ങൾ സർക്കാർ പരിശോധിച്ച് വേണ്ട നടപടിയിലുണ്ട്. ശ്രീ എ കെ അഷ്റഫ്. സർ, ആദ്യ വർഷം ഒരു മണ്ഡലത്തിൽ 1 കോടിയുടെ ഒരു സ്റ്റേഡിയം എന്ന് മിനിസ്റ്റർ പ്രഖ്യാപിച്ചപ്പോൾ മഞ്ചേശ്വരം മണ്ഡലവും ആ ലിസ്റ്റിൽപ്പെടുത്തി നാട്ടിലെ മുഴുവൻ അഭിമാനത്തോടു കൂടി പറഞ്ഞു സർ. പിന്നീട് മന്ത്രിയെ സമീപിച്ചപ്പോൾ 50 ലക്ഷം MLA ഫണ്ടിൽ നിന്ന് തരണമെന്ന് പറഞ്ഞ് 50 ലക്ഷം കൊടുക്കാൻ റെഡിയായിട്ട് കത്ത് നൽകിയിട്ടുണ്ട്. കേരളത്തിൽ ആ പ്രഖ്യാപിച്ച എത്ര സ്റ്റേഡിയം നിർമ്മിച്ചു, അതിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. സാറേ, തുടക്കത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതി പ്രകാരം 139 സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിരവധി എണ്ണം പൂർത്തീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അംഗം ഒരു കാര്യം മനസ്സിലാക്കണം, ആദ്യഘട്ടത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള അപേക്ഷകൾ ലഭിക്കാത്തതുകൊണ്ട് ഓരോ മണ്ഡലത്തിൽ രണ്ടാമത്തെ കളിക്കളം നൽകുന്ന പദ്ധതി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. തീർച്ചയായും അങ്ങക്ക് അത്തരത്തിലൊരു പദ്ധതി ലഭ്യമായിട്ടില്ലെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ അങ്ങയുടെ വിഹിതം അവിടെ ലഭ്യമായിട്ടുണ്ടാവില്ല. കേരളം എടുത്ത പോളിസി എന്നുള്ളത് 50% കായിക വകുപ്പും 50% MLAയുടെ വിഹിതവുമാണ്, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതമാണ്. തീർച്ചയായും അങ്ങേക്ക് ഇത് ലഭ്യമായിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ അങ്ങ് ആ കത്തിൻ്റെ കോപ്പി തന്നാൽ അടുത്ത ആഴ്ച അങ്ങ് നിയമസഭയിൽ വരുമ്പോൾ അങ്ങനെ ഓർഡർ അങ്ങയുടെ കയ്യിൽ. ഓർഡർ ചോദ്യോത്തരവ് അവസാനിച്ചിരിക്കുന്നു.